ആദ്യം കോളേജിൽ പോകുന്നോ അതോ വീട്ടിൽ പോകുന്നോ? മിഥുൻ ചോദിച്ചപ്പോൾ വീട് എന്ന ഉത്തരമായിരുന്നു മനസ്സിൽ വന്നതെങ്കിലും കോളേജിലെ സമയം കഴിഞ്ഞു പോയാലോ എന്ന ഭയത്തിൽ അവൾ കോളേജിന്റെ പേര് പറഞ്ഞു. കോളേജിന്റെ മുറ്റത്ത് മിഥുന്റെ ആഡംബര വാഹനം വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം ഒന്ന് നോക്കിയിരുന്നു. ഒരു നിമിഷം മിഥുന് അവന്റെ കോളേജ് ജീവിതം ഓർമ്മ വന്നു. എല്ലാ കലാലയങ്ങളും പറയാനുണ്ടാവുക ഒരുപാട് ഓർമ്മകൾ. എന്തിന് ആ മുറ്റത്ത് നിൽക്കുന്ന വാഗച്ചുവപ്പിന് പോലും ഉണ്ടാകും ഒരുപാട് കാര്യങ്ങൾ പറയാൻ. ഓരോ പ്രണയത്തിന്റെയും വിവാഹത്തിന്റെയും കഥകൾ പറയാനുണ്ടാകും. സൗഹൃദങ്ങളുടെ അലയൊഴികൾ കഥ പറയാനുണ്ടാകും. അവൻ പ്രിൻസിപ്പാലിനെ വിളിച്ചപ്പോൾ അദ്ദേഹം മറ്റൊരു വഴി പറഞ്ഞു കൊടുത്തിരുന്നു. അതുവഴിയാണ് മിഥുനും സരയും അകത്തേക്ക് കയറിയത്. ആരും കാണാതെ അകത്തേക്ക് കയറുവാൻ ശ്രമിച്ചെങ്കിലും ഓരോരുത്തർ കണ്ടു തുടങ്ങിയിരുന്നു. ഓരോരുത്തർ പറഞ്ഞത് കോളേജിൽ മുഴുവൻ എത്തുകയും ചെയ്തു. പ്രിൻസിപ്പാലിന്റെ മുറിയിൽ നിന്ന് ഏതാണ്ട് എല്ലാ കാര്യങ്ങളും ശരിയാക്കി തിരിച്ചിറങ്ങിയപ്പോൾ ഒരു കോളേജ് മുഴുവൻ മിഥുനെ കാത്തു നിൽക്കുകയാണ്. അവരെ നിരസിക്കാൻ തോന്നിയില്ല അവന്. തന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ. തന്റെ ആരാധകരെ എന്നും നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന വ്യക്തി തന്നെയായിരുന്നു മിഥുന്. അവർക്ക് തനിക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഒരു പുഞ്ചിരിയോ ഒരു സെൽഫിയോ ഒരു ഓട്ടോഗ്രാഫോ ആണ്. ഒന്നും പ്രതീക്ഷിക്കാതെ തന്റെ ചിത്രങ്ങൾ വിജയമാക്കുന്ന ഒരു പറ്റം ആളുകളായിരുന്നു. അവൻ എല്ലാവർക്കും നേരെ കൈവീശി. തിരികെ വണ്ടിയിലേക്ക് കയറുന്നതിന് മുൻപും നിരവധി പേര് അവനെ പൊതിഞ്ഞിരുന്നു. ഒരു വിധത്തിലാണ് അവൻ അകത്തേക്ക് കയറിയത്. ആ സമയത്തും സരയുവിന്റെ കൈകൾ അവൻ മുറുകെ പിടിച്ചിരുന്നു. അവളും ഈ കാഴ്ച കണ്ട് അത്ഭുതപ്പെട്ടു പോയിരുന്നു. ഇന്നുവരെ കോളേജിൽ ഒരു പ്രത്യേകതകളും ഇല്ലാത്തൊരു പെൺകുട്ടി, ആരും അധികം നോക്കുപോലും ചെയ്യാത്തവൾ, അവളിന്ന് അഭിമാനത്തോടെ ഈ കോളേജിലെ മുറ്റത്ത് വന്നിറങ്ങിയത്. അവനൊപ്പം തന്നെ അവളെ കാണുവാനും ആളുകൾ തടിച്ചുകൂടിയത് അവൾ കണ്ടിരുന്നു. ഇന്നുവരെ ആരും ശ്രദ്ധിക്കാതെ തന്നെ ആളുകൾ നോക്കുന്നു. അതിനു പിന്നിൽ ഈ ഒരുവന്റെ കഴിവാണ് എന്നറിയാം. അവൾ മനസ്സിലായി ഓർത്തു. എങ്കിലും സരയുവിന്റെ ഉള്ളിൽ ഒരു കൗതുകം ജനിപ്പിച്ചിരുന്നു. കണ്ണേട്ടന് എവിടെയും പോകാൻ പറ്റില്ലല്ലോ. ഞാൻ പൊതുവെ അങ്ങനെ എവിടെയും പോകാറില്ല. ഇതിപ്പോ ഈ കാര്യത്തിന് ഞാൻ വന്നില്ലെങ്കിൽ പ്രിൻസിപ്പാൾ എന്ത് വിചാരിക്കും? ഭാര്യയുടെ കാര്യത്തിന് ഭർത്താവ് എത്തണ്ടേ? ആ വാചകങ്ങൾ രണ്ടുപേരുടെയും ഹൃദയത്തിൽ ഒരു കുളിർമ തന്നെ നിറച്ചിരുന്നു. വീടിന്റെ പടിവാതിൽക്കൽ വാഹനമെത്തിയപ്പോൾ സരയുവിന്റെ സന്തോഷം മനസ്സിൽ നിന്നും പുറത്തേക്ക് വരാൻ തുടങ്ങി. എത്ര സൗകര്യത്തിൽ എവിടെ പോയാലും വീട്ടിലേക്കുള്ള യാത്രകൾ എന്നും മനോഹരമാണ്. അവിടെ എത്തുമ്പോൾ നമ്മൾ കുട്ടിയാണ്. വലിയ ആവേശത്തോടെ അവന്റെ മുഖത്തേക്ക് അവൾ നോക്കിപ്പോയിരുന്നു. ഓടിച്ചാടി പോകുന്നതിന് മുൻപ് പുറകിലിരിക്കുന്ന സാധനങ്ങളും കൂടി എടുക്കണം. ചെറുചിരിയോടെ അവൻ പറഞ്ഞു. സാധനങ്ങളോ? മനസ്സിലാകാതെ അവൾ ചോദിച്ചു. ഇവിടേക്ക് വരുമ്പോൾ എന്തെങ്കിലും വാങ്ങണ്ടേ? ഞാൻ ഇന്നലെ തന്നെ ആവശ്യമുള്ളതെല്ലാം വാങ്ങിവെച്ചിരുന്നു. തന്നോട് പറഞ്ഞാൽ പിന്നെ താൻ വില നോക്കി സാധനങ്ങൾ എടുക്കൂ. അതുകൊണ്ട് ഞാനെല്ലാം മാനേജറെ കൊണ്ട് വാങ്ങിപ്പിച്ചിരുന്നു. എല്ലാവർക്കുള്ള സാധനങ്ങളുണ്ട്. ഒരുപാട് ക്യാഷായില്ലേ? വേണ്ടിയിരുന്നില്ല കണ്ണേട്ടാ, വിവാഹ സമയത്ത് വാങ്ങിയതൊക്കെ ഉണ്ടല്ലോ, മടിയോടെ അവൾ പറഞ്ഞു. സ്നേഹബന്ധങ്ങൾക്ക് വില നിശ്ചയിക്കരുത് സരയു. അവന്റെ വാക്കുകളിൽ അത്ഭുതം പൂണ്ടവൾ അറിയാതെ അവന്റെ കണ്ണുകളിലേക്ക് നോക്കിയിരുന്നു. ഒളിപ്പിച്ചു വെച്ചൊരു അനുരാഗത്തിന്റെ ഏട് മറച്ചു പിടിക്കാൻ അവൻ ചിരിയുടെ ആവരണം അണിഞ്ഞു കഴിഞ്ഞിരുന്നു. എന്താടാ പേടിപ്പിക്കുന്ന പോലെ നോക്കുന്നത്? അല്പം ഗൗരവത്തോടെ എന്നാൽ ചിരിയോടെ അവൻ ചോദിച്ചു. ഒന്നുമില്ല, വെറുതെ. ഒരു പുഞ്ചിരി പകരം നൽകി അവൾ മെല്ലെ കാറിൽ നിന്നും ഇറങ്ങിപ്പോയിരുന്നു. അവളുടെ മുഖത്തു നിന്നും മിഴികൾ പിൻവലിക്കാൻ സാധിക്കാതെ ഇരുന്നു പോയവൻ അവൾ ശ്രദ്ധിക്കുന്നുവെന്ന് തോന്നിയപ്പോൾ മാത്രം ഡോറടച്ച് വന്നിറങ്ങി. ഉമ്മറത്ത് തന്നെ മുത്തശ്ശി ഉണ്ടായിരുന്നു. രണ്ടുപേരെയും കണ്ട് ഏറെ സന്തോഷത്തോടെ മുത്തശ്ശി ഓടി വന്നിരുന്നു. മുത്തശ്ശി പതുക്കെ, മുട്ടുവേദന കൂട്ടാതെ, സരയോ ആദിയോടെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. കവറുകൾ എടുക്കാൻ അവൾ മിഥുനെ സഹായിച്ചിരുന്നു. അപ്പോഴേക്കും മുത്തശ്ശി അരികിലേക്ക് വന്നു. ഞാൻ എടുക്കാം കുട്ടിയെ. വേണ്ട മുത്തശ്ശി, ഇത് ഞങ്ങൾക്ക് എടുക്കാനുള്ളതേ ഉള്ളൂ. മിഥുനാണ് മറുപടി പറഞ്ഞത്. നിങ്ങൾ ഇന്നെത്തുന്ന കാര്യമൊന്നും പറഞ്ഞുകൂടിയില്ലല്ലോ കുട്ടി, മുത്തശ്ശി വേവലാതിയോടെ പറഞ്ഞു. മനഃപൂർവ്വം പറയാതിരുന്നതാണ് മുത്തശ്ശിയെ. പറഞ്ഞോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കേണ്ടി വരില്ലേ? അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നിയില്ല. അതുകൊണ്ട് ഒരു സർപ്രൈസ് ആയിട്ട് ഇവിടേക്ക് വരാമെന്ന് കരുതിയത്. മിഥുൻ പറഞ്ഞു. കേറി വരൂ കുട്ടിയോളെ. സന്തോഷത്തോടെയാണ് മുത്തശ്ശി അകത്തേക്ക് ക്ഷണിച്ചത്. രാഘവൻ ഇവിടെയില്ല, കവലയിലേക്ക് പോയിരിക്കുക. ഇനി കുറേ നേരം കഴിഞ്ഞിട്ടേ വരൂ, മുത്തശ്ശി അവളോടായി പറഞ്ഞു. കുഞ്ഞിയാണെങ്കിൽ പള്ളിക്കൂടത്തിൽ നിന്ന് എത്തിയില്ല. അവൾക്ക് വലിയ സന്തോഷമാവും നിങ്ങളെ കാണുമ്പോൾ. സുധ മരുന്ന് കഴിച്ചിട്ട് ഉറക്കാം. ഒറ്റ ശ്വാസത്തിൽ മുത്തശ്ശി എല്ലാവരെയും കുറിച്ച് അവരോട് രണ്ടുപേരോടും പറഞ്ഞു കൊടുത്തു. ഞാൻ അമ്മയൊന്ന് കാണട്ടെ. മിഥുന്റെ മുഖത്തേക്ക് നോക്കി സരയു പറഞ്ഞു. ചെല്ല്, ഞാൻ അപ്പോഴേക്കും മുത്തശ്ശിയോട് കുറച്ചു നേരം ലാത്തി അടിക്കാം. അവന്റെ അപരിചിതത്വമില്ലാത്ത പെരുമാറ്റം അവളിൽ സന്തോഷമുണർത്തി.
സമ്മതമെന്ന പോലെ തലയാട്ടി അവൾ അകത്തേക്ക് കയറി. മുറി തുറന്നപ്പോൾ തന്നെ അമ്മ നല്ല ഉറക്കാണെന്ന് മനസ്സിലായി. മരുന്ന് കഴിച്ചിട്ടുള്ള ഉറക്കമാണ്. ഇനി ഉണരണമെങ്കിൽ ഒരു 4:30 അടുക്കും. അമ്മ ഉണർന്ന് അമ്മയെ കണ്ടിട്ട് പോകാമെന്നും ഇതിനോട് പറയണമെന്ന് തീരുമാനിച്ച് അവൾ ഇറങ്ങിപ്പോന്നു. അപ്പോഴേക്കും മുത്തശ്ശിയും മിഥുനുമായി നല്ല സംസാരത്തിലായിരുന്നു. മിഥുൻ എന്തോ പറയുന്നത് കേട്ട് മുത്തശ്ശി മോണകാട്ടി പൊട്ടിച്ചിരിക്കുന്നതൊക്കെ കണ്ടപ്പോൾ അവൾക്കും അത്ഭുതം തോന്നിയിരുന്നു. നിങ്ങൾ രണ്ടുപേരും കഴിച്ചിട്ടാവില്ലേ വന്നത്? സരീവിന്റെ മുഖത്തേക്ക് നോക്കിയാണ് മുത്തശ്ശി അത് ചോദിച്ചത്. ഇല്ല, ഞങ്ങൾ ഇവിടെ വന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. മിഥുനാണ് മറുപടി പറഞ്ഞത്. ഒരു നിമിഷം ദയനീയമായി മുത്തശ്ശി സരീവിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ആ നോട്ടത്തിന്റെ അർത്ഥം അവൾക്ക് മനസ്സിലായി. കണ്ണേട്ടനിരിക്ക്, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ദാഹിച്ചു വന്നതല്ലേ, മുത്തശ്ശിയും കൂടി വാ. സരീവ് പെട്ടെന്ന് അവരെ വിളിച്ചു. സരീവിനോടൊപ്പം മുത്തശ്ശി അടുക്കളയിലേക്ക് ചെന്നു. എന്റെ കുട്ടിയെ ഒന്ന് വിളിച്ചിട്ടൊന്ന് വന്നൂടെ? ഇവിടെ ഒന്നുമില്ല. രാഘവനാണെങ്കിൽ ജോലി ആയിട്ടില്ലല്ലോ. രാവിലെ കുഞ്ഞിക്ക് പൊതി വെച്ചതുണ്ട്, അല്ലാതെ വേറെ ഒന്നുമില്ലല്ലോ. നിങ്ങൾ വിളിച്ചു പറയാതെ വന്നിട്ടല്ലേ? വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി കൂടെ മാങ്ങാ ചമ്മന്തിയും മാത്രമേ ഉള്ളൂ. അത് എങ്ങനെയാ ആ കുട്ടിക്ക് കൊടുക്കുക? അത്രയും വലിയ ആള് അതൊക്കെ കഴിക്കുമോ? നീ ഒന്ന് പറയാച്ചാ, മുത്തശ്ശി എവിടെയെങ്കിലും പോയി എന്തെങ്കിലും ഒന്ന് കാട്ടിക്കൂട്ടിയാനല്ലോ. മുത്തശ്ശി പരാതി പോലെ പറഞ്ഞു. ഇനിയിപ്പോൾ എന്താ ചെയ്യാ? വേദനയോടെ അവർ പറഞ്ഞു നിർത്തി. എപ്പോഴാ വരുന്നതെന്ന് അറിയാത്തത് കൊണ്ടാണ് മുത്തശ്ശി ഞാൻ വിളിച്ചു പറയാതിരുന്നത്. പിന്നെ കണ്ണേട്ടൻ പറഞ്ഞു വിളിച്ചു പറയണ്ടെന്ന്. എന്തെങ്കിലുമൊക്കെ അച്ഛൻ വാങ്ങി വെക്കുമല്ലോ എന്ന് ഓർത്തപ്പോൾ ഞാനും ഓർത്തു പറയണ്ട എന്ന്. കടം വാങ്ങി അച്ഛൻ വീണ്ടും എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു വെച്ച് അഥവാ കണ്ണേട്ടൻ ഇവിടെ നിന്ന് ഒന്നും കഴിക്കാതെയാണ് പോകുന്നതെങ്കിൽ അതൊരു സങ്കടമല്ലേ? അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത്. ഞാൻ വിചാരിച്ചില്ല കണ്ണേട്ടൻ ഇവിടെ വന്ന് കഴിക്കാനിരിക്കുമെന്ന്. ഇനിയിപ്പോൾ എന്താ ചെയ്യാ? സാരില്ല, കുറച്ചു നേരം മുത്തശ്ശി അവളോട് സംസാരിക്കുക. അപ്പോഴേക്കും ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കിക്കോളാം. ആ സമയം കൊണ്ട് കണ്ണേട്ടനോട് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിരുന്നാൽ മതി. എന്നാലും കുട്ടി വന്ന ക്ഷീണം മാറുന്നതിന് മുൻപ് അടുക്കളയിലേക്ക്. അതൊന്നും സാരമില്ല മുത്തശ്ശി, ഞാൻ ഇവിടെ അതിഥിയാണോ? ഇപ്പൊ എത്ര ദിവസമായി എന്തെങ്കിലും ചെയ്തിട്ടെന്നറിയോ? ഞാൻ ആദ്യം പൂവാലി ഒന്ന് കാണട്ടെ. അപ്പോഴേക്കും മുത്തശ്ശി ഇത്തിരി പച്ചമുളകും ഇഞ്ചിയും ചതച്ചു വെക്ക്, ഞാൻ വന്നിട്ട് സംഭാരം ഉണ്ടാക്കാം. ആൾക്ക് ഒരുപാട് എരിവൊന്നും ഇഷ്ടമല്ല മുത്തശ്ശി, പാകത്തിന് മതി. അവൾ നേരെ തൊഴുത്തിലേക്കാണ് നടന്നു ചെന്നത്. തന്നെ കണ്ടത് നീട്ടിയൊരു അമറമറി പൂവാലി. ഓടിയടുത്ത് ചെന്നപ്പോൾ തന്നെ തൊട്ടുരുമി ഒക്കെ സ്നേഹം പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു ആ മിണ്ടാപ്രാണി. എത്രയോ കാലം നോക്കി വളർത്തിയതാണ്. കുറച്ചു ദിവസം തന്നെ കാണാത്ത സ്നേഹമാണ് ഈ മിണ്ടാപ്രാണി കാണിക്കുന്നത് എന്നവൾ ഓർത്തു. അലിവോട് അവളെയും കിടാമിനെയും ഒന്ന് തഴുകിയാണ് അകത്തേക്ക് നടന്നത്. കൈയൊക്കെ നന്നായി കഴുകി അവന് വേണ്ടി സംഭാരം ഉണ്ടാക്കി. അതുമായി ഉമ്മറത്തേക്ക് ചെന്നപ്പോൾ ആളകത്തേക്ക് കയറി ഇരിപ്പുണ്ട്. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആരൊക്കെയോ എത്തി നോക്കുന്നു. ആരെങ്കിലും ഇങ്ങോട്ട് വരൂ? സരീവിന്റെ മുഖത്തേക്ക് നോക്കി അവൻ ചോദിച്ചു. കാറ് കണ്ടിട്ടുണ്ടാവും. ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ വരുമായിരിക്കും. ഇവിടെയുള്ളവരും സിനിമയൊക്കെ കാണും. അല്പം തമാശയോടെയാണ് സരീവ് പറഞ്ഞത്. ഇവിടെ ഞാൻ ഷൂട്ടിങ്ങിനൊക്കെ വന്നിട്ടുണ്ടോ? ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട്. ഇവിടുത്തെ നാട്ടുകാരൊക്കെ നല്ല സ്നേഹമുള്ളവരെന്ന് അറിയാം. എങ്കിലും ഇവിടെ ഇപ്പോൾ ആള് കൂടിയ അതൊരു ബുദ്ധിമുട്ടാകില്ലേ? ഇത് കുടിച്ചാട്ടെ. സംഭാരം കുടിക്കോ? പൊതുവെ കുടിക്കാറില്ല, പക്ഷേ തരുന്നത് താനായതുകൊണ്ട് കുടിക്കാം. കണ്ണുകളിൽ ഒളിപ്പിച്ച പ്രണയത്തോടെ അവൻ അവളോട് പറഞ്ഞു. താൻ എന്തുണ്ടാക്കിയാലും അപാര ടേസ്റ്റാണ്. കളിയാക്കിയതാണോ? അല്ലെന്നേ, കാര്യമായിട്ട് ആക്കിയതാണ്. ചെറുചിരിയോടെ അവൻ പറഞ്ഞു. അമ്മ അറിഞ്ഞില്ലേ നമ്മൾ വന്നത്? അവൻ ചോദിച്ചു. ഇല്ല, അമ്മ നല്ല ഉറക്കാണ്, അറിഞ്ഞിട്ടില്ല. അമ്മയ്ക്ക് ഒരു കഷായമുണ്ട്, അത് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറേ സമയം ഉറങ്ങും. എനിക്ക് അമ്മയെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. ഉണർന്ന അമ്മയെ കണ്ടിട്ട് പോകാം, മിഥുൻ പറഞ്ഞപ്പോൾ അവളുടെ ഉള്ളം നിറഞ്ഞു. അവൻ്റെ മുഖത്ത് വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞത് അവൾ അറിഞ്ഞിരുന്നു ആ നിമിഷം. സീലിംഗ് ഫാൻ ഇല്ല. അവൾ ഒരു സ്റ്റൂൾ എടുത്ത് അതിൽ ടേബിൾ ഫാൻ വെച്ചുകൊണ്ട് പറഞ്ഞു. കണ്ണേട്ടന് ബുദ്ധിമുട്ടായല്ലേ? ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടാണല്ലോ. നമുക്ക് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ചില കാര്യങ്ങളൊക്കെ നമ്മൾ കോംപ്രമൈസ് ചെയ്യണം. അതാണ് സ്നേഹം. അപ്പൊ ഞാൻ പ്രിയപ്പെട്ട ആളാണെന്നാണ് അർത്ഥം? അവളുടെ ആ ചോദ്യത്തിൽ ഒരു നിമിഷം അവന് മറുപടി പറയാനുണ്ടായിരുന്നില്ല. എന്തു പറയുമെന്ന് ഓർത്തു. അത്രമേൽ പ്രിയപ്പെട്ടതാണ് എന്ന് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ വാക്കുകൾ പുറത്തു വന്നില്ല. അപ്പോഴേക്കും മുത്തശ്ശി എത്തി. പിന്നെ മുത്തശ്ശിയുടെ സംസാരം കേട്ടുകൊണ്ട് അവനിരുന്നു. എങ്കിലും കണ്ണുകൾ ഇടയ്ക്ക് പ്രിയപ്പെട്ടവളെ തിരഞ്ഞു. സരിയോ അടുക്കളയിലേക്ക് ചെന്ന് നോക്കിയപ്പോൾ കടുമാങ്ങ അച്ചാർ ഇരിപ്പുണ്ട്. പെട്ടെന്ന് തൊടിയിലേക്ക് ഇറങ്ങി ഒരു വാഴയുടെ കൂമ്പ് പിടിച്ചതും പെട്ടെന്ന് തന്നെ അത് ഒരുക്കിയെടുത്ത് അടുപ്പിൽ വെച്ച് വേവിച്ച് ഒരു തോരനാക്കി.
വേറെ എന്താണ് ഉണ്ടാക്കുന്നതെന്ന് വിചാരിച്ചപ്പോഴാണ് മുറ്റത്തെ മാവിൽ നിൽക്കുന്ന മാവിൽ അവളുടെ കണ്ണുകൾ ഉടക്കിയത്. ഒരു നിമിഷം ലക്ഷ്മി പറഞ്ഞ വാക്കുകൾ മനസ്സിലേക്ക് വന്നു. കണ്ണൻമോന് മാമ്പഴ പുളിശ്ശേരി ഉണ്ടെങ്കിൽ വേറൊന്നും വേണ്ട. വലിയ സന്തോഷത്തോടെയാണ് അവൾ അത് പറിക്കാനായി എത്തിയത്. മുകളിലാണ് മാങ്ങ കിടക്കുന്നത്. അവിടെ കിടന്നൊരു കമ്പെടുത്ത് അത് പറിക്കാൻ നോക്കിയിട്ടൊന്നും നടന്നിരുന്നില്ല. പരിസരം വീക്ഷിച്ച് ചെറിയൊരു കല്ലിന്റെ മുകളിലേക്ക് കയറി നിന്ന് കമ്പുകൊണ്ട് മാങ്ങ പറിച്ചു. താഴെ വീണപ്പോൾ വലിയ സന്തോഷം തോന്നിയെങ്കിലും ആ നിമിഷം തന്നെയായിരുന്നു അവൾ ആ കല്ലിൽ നിന്നും താഴേക്ക് വീണത്. വലിയൊരു അലർച്ച കേട്ടുകൊണ്ടാണ് മുത്തശ്ശിയും മിഥുനും ഓടിയെത്തിയത്. വന്നപ്പോൾ താഴെ കിടക്കുന്ന സരയുവിനെയാണ് കണ്ടത്. ഹേയ്, എന്തു പറ്റി? അവൻ ഓടി അവൾക്കരികിലേക്ക് വന്നു. എന്താടോ, എന്തു പറ്റി? ആവലാതിയോടെ അവൻ ചോദിച്ചു. ഞാനൊന്ന് വീണതാണ് കണ്ണേട്ടാ, അല്ലാതെ കുഴപ്പമൊന്നുമില്ല. കാലിൽ പെട്ടെന്ന് നീര് വെക്കുന്നുണ്ടല്ലോ കുട്ടിയെ, ഇടറിയെന്ന് തോന്നണു. മുത്തശ്ശി കാലിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. മിഥുൻ അവളെ പിടിച്ച് കാൽ നിലത്ത് കുത്താൻ നോക്കി. പക്ഷേ അവൾക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. പറ്റുന്നില്ല കണ്ണേട്ടാ, വേദനിക്കുന്നു. ദയനീയതയോടെ അവന്റെ മുഖത്തേക്ക് നോക്കി അവൾ പറഞ്ഞു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. അവന്റെ ഹൃദയം നൊന്തു. പിന്നെ മിഥുനോൻ നോക്കിയില്ല, അവളെ കോരിയെടുത്തു. അവന്റെ ചുടുനിശ്വാസം മുഖത്തടിച്ചപ്പോൾ ഒരു നിമിഷം സരയുവിന്റെ നെഞ്ചിൽ കൂടി ഒരു മിന്നൽ പിഴൽ കടന്നുപോയി. മിഴികൾ തമ്മിൽ കോർത്തു പോയിരുന്നു ആ നിമിഷം. അവന്റെ ചുടുനിശ്വാസം മുഖത്തടിച്ചപ്പോൾ ഒരു നിമിഷം സരയുവിന്റെ നെഞ്ചിൽ കൂടി ഒരു മിന്നൽ പിണർ കടന്നുപോയി. മിഴികൾ തമ്മിൽ കോർത്തുപോയി. അവളുടെ കണ്ണുകളിൽ അവിശ്വസനീയതയുടെ ഒരു തിരിനാളം എരിഞ്ഞു നിൽക്കുന്നത് അവൾ അറിഞ്ഞിരുന്നു. അത് മുഖവിലക്കെടുക്കാതെ അവൻ അവളെ ഒന്ന് തിരുത്തിയിരുന്നു. ആ നിമിഷമാണ് രാഘവനും അവിടേക്ക് കയറി വന്നത്. അയ്യോ, എന്തു പറ്റി മോളെ? ഈ കാഴ്ച കണ്ടുകൊണ്ടുവന്ന രാഘവൻ അവർക്കരികിലേക്ക് വന്നുകൊണ്ട് അവളോടായി ചോദിച്ചു. ഒന്നുമില്ല രാഘവ, കാലൊന്ന് ഇടറിയെന്ന് തോന്നുന്നു. മുത്തശ്ശിയാണ് മറുപടി പറഞ്ഞത്. ഹോസ്പിറ്റലിൽ പോകാം. അവളുടെ മുഖത്തേക്ക് നോക്കി മിഥുൻ മെല്ലെ പറഞ്ഞു. ഇവിടുന്ന് ആശുപത്രിയിലേക്ക് പോകാൻ ഒരുപാട് ദൂരമുണ്ട് മോനെ. മാത്രമല്ല, കുട്ടിയുടെ കാലിടറിയ സ്ഥിതിക്ക് നീര് വെക്കാൻ സാധ്യതയുണ്ട്. ഞാൻ തൽക്കാലം അപ്പുറത്തുള്ള വൈദ്യന്റെ വീട്ടിലൊന്ന് പോയിട്ട് വരാം. അവരെന്തെങ്കിലും തരാതിരിക്കില്ല. അയാളോട് കാര്യം പറഞ്ഞ് എന്തെങ്കിലും മരുന്ന് വാങ്ങിയിട്ട് വരാം. അല്ലെങ്കിലും ഇത്തരം കാര്യങ്ങൾക്ക് നാട്ടുവൈദ്യം തന്നെയാണ് നല്ലത്. രാഘവനാണ് പറഞ്ഞത്. ഞാനും കൂടി വരാം. അച്ഛൻ ഒറ്റയ്ക്ക് പോവണ്ട. വേണ്ട മോനെ, ഞാൻ ഓടി വരാം. അതും പറഞ്ഞ് രാഘവൻ പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. കാല് തൂക്കിയിടാതെ ഇരിക്കൂ കുട്ടിയെ, മുത്തശ്ശിയാണത് പറഞ്ഞത്. അതനുസരിച്ച് മിഥുൻ തന്നെയാണ് അവളുടെ കാല് ഒരു കസേരയുടെ മുകളിലേക്ക് എടുത്തു വെച്ചത്. കാലിന് നീര് കയറുന്നത് ഒരു ഭയത്തോടെയാണ് മിഥുൻ കണ്ടത്. കാരണം അവനതെല്ലാം പുതിയ കാഴ്ചകളായിരുന്നു. അവന്റെ മുഖത്തെ ആവലാതി കണ്ടിട്ട് എന്നതുപോലെ മുത്തശ്ശി പറഞ്ഞു. ചെറിയ കാര്യമാണ് കുട്ടിയെ, വിഷമിക്കേണ്ട. ഒരു ദിവസത്തിനു ശേഷം ശരിയായിക്കോളും. ഹോസ്പിറ്റൽ പോകുന്നതായിരുന്നു നല്ലത്, മിഥുൻ പറഞ്ഞു. ഇവിടെ നിന്ന് പോവാൻ ഒരുപാട് ദൂരമുണ്ട് കുട്ടിയെ. അപ്പോഴേക്കും കാലില് നല്ലപോലെ നീരാകും. അത് പ്രശ്നമാകും. നിലത്ത് കുത്താനും പാടില്ല. രാമൻ വൈദ്യർ എന്ന് വെച്ചാൽ നല്ല കൈപ്പുണ്യമുള്ള ആളാ. എല്ലാവർക്കും ആയുർവേദം പുച്ഛമാണ്. പക്ഷേ അല്പം പതുക്കെയാണെങ്കിലും നന്നായി പിടിക്കണത് അത് തന്നെയാണ്. അത് നല്ലതാണ് മോനെ. ഇപ്പോൾ രാഘവൻ എന്തെങ്കിലും മരുന്ന് കൊണ്ടുവരും. അതോടെ കുട്ടിയുടെ കാലിലെ നീര് ഒക്കെ മാറും. പേടിക്കാതിരിക്ക്, മുത്തശ്ശി പറഞ്ഞു. എനിക്ക് കുറച്ച് വെള്ളം വേണം മുത്തശ്ശി. സരയു പറഞ്ഞപ്പോഴേക്കും മുത്തശ്ശി വെള്ളമെടുക്കാനായി അകത്തേക്ക് കയറിപ്പോയിരുന്നു. അവളുടെ മുഖത്തേക്ക് അലിവോട് അവനൊന്ന് നോക്കി. എങ്ങനെയാണ് താൻ വീണത്? ഇപ്പൊ എന്താ മാങ്ങ തിന്നാനൊരു മോഹം? അല്പം പരിഭവത്തോടെ തന്നെ അവൻ ചോദിച്ചു. മാങ്ങ എനിക്ക് കഴിക്കാൻ വേണ്ടിയായിരുന്നില്ല. കണ്ണേട്ടന് മാമ്പഴ പുളിശ്ശേരി ഇഷ്ടമാണെന്ന് ലക്ഷ്മി അമ്മ പറഞ്ഞു. അപ്പോൾ ഉണ്ടാക്കാമെന്ന് കരുതിയാണ്. ഒരു നിമിഷം അവളുടെ ആ വെളിപ്പെടുത്തലിൽ അവനും അത്ഭുതപ്പെട്ടു. തനിക്ക് പ്രിയപ്പെട്ട വിഭവം ഉണ്ടാക്കാൻ വേണ്ടിയാണല്ലോ അവൾ ഈ സാഹസത്തിന് ഒരുങ്ങിയത് എന്നറിഞ്ഞ നിമിഷം ഒരേ സമയം അവൻ്റെ ഉള്ളിൽ സങ്കടവും സന്തോഷവും നിറഞ്ഞു. ഈ ഒരു കാര്യത്തിന് വേണ്ടിയായിരുന്നു താൻ ഇത്ര ബുദ്ധിമുട്ടിയത്? അവൻ അത്ഭുതത്തോടെ ചോദിച്ചു. അപ്പോഴേക്കും വാതിൽക്കൽ പഴയകാലത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ ഒരാളെത്തി. ഒപ്പം രാഘവൻ ഉണ്ടായിരുന്നു. അതാണ് വൈദ്യനെന്ന് അവനെ തോന്നിയിരുന്നു. അയാൾ തന്നെ അത്ഭുതത്തോടെ നോക്കുന്നത് കണ്ടപ്പോൾ ആ അവസ്ഥയിലും അവന് ചിരിയാണ് വന്നത്. അയാൾ സരയുവിന്റെ കാലിൽ പിടിച്ചു നോക്കുകയും ഞെക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ആ നിമിഷം അവളുടെ മുഖം ചുളിയുന്നതും വേദന കൊണ്ട് കണ്ണുകൾ നിറയുന്നതും കണ്ടപ്പോൾ അവൻ വേദനയറിഞ്ഞു. ഇത്രമേൽ തീവ്രമായി മാറിയോ ഇത്ര പെട്ടെന്ന് ഈയൊരു അനുരാഗമെന്ന് അവനും ചിന്തിച്ചു പോയിരുന്നു. അവളുടെ വേദനയിൽ അവളേക്കാൾ കൂടുതൽ താൻ വേദനിക്കുന്നുണ്ട് എങ്കിൽ, അവളുടെ നോവുകൾ അവളേക്കാൾ കൂടുതൽ തന്നെ നൊമ്പരപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതല്ലേ യഥാർത്ഥ പ്രണയം?
അതിൻ്റെ ആഴം പരപ്പും അറിയുകയായിരുന്നു ആ നിമിഷം മിഥുൻ. ചെറുതായിട്ടൊന്ന് ഇടറി, കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല, അത് നേരത്തോട് നേരമാകുമ്പോൾ മാറിക്കോളും, ഇന്ന് മുഴുവൻ കാല് തൂക്കിയിടാതെ വെച്ചിരുന്നാൽ മതി, പിന്നെ ഒരു 4 മണിക്കൂർ കൂടുമ്പോൾ തേച്ചു പിടിപ്പിക്കാൻ ഒരു തൈലം തരാം, അത്രയും ചെയ്താൽ മതി, പെട്ടെന്ന് മാറും, പേടിക്കേണ്ട, വൈദ്യര് പറഞ്ഞു. അതോടൊപ്പം തന്നെ രാഘവന്റെ കയ്യിലേക്ക് ഒരു തൈലവും കൊടുത്തു. ക്യാഷ് ഞാൻ അവിടെ കൊണ്ടുതരാം, രാഘവൻ മിഥുൻ കേൾക്കാതെയാണ് പറഞ്ഞതെങ്കിലും അവനത് കേട്ട ഉടനെ തന്നെ അവന്റെ പോക്കറ്റിൽ നിന്ന് വാലറ്റ് എടുത്തു. അതിൽ നിന്നും 3 2000-ന്റെ നോട്ടെടുത്ത് അവൻ കൊടുത്തു. അത് കണ്ടതും അയാളുടെ മുഖത്ത് അമ്പരപ്പ് നിറഞ്ഞു. ഇത്രയും ആയിട്ടില്ല, അയാൾ പറഞ്ഞു. സാരമില്ല, ഇരിക്കട്ടെ, ഇവിടം വരെ വന്നതല്ലേ. വീണ്ടും പോവാതെ മിഥുന്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്ന വൈദ്യനെ കണ്ടുകൊണ്ട് ചെറുചിരിയോടെ മിഥുൻ ചോദിച്ചു, ഇനി എന്തെങ്കിലും മരുന്നുണ്ടോ? അതല്ല, ഒരു ഫോട്ടോ, പേരക്കുട്ടികളെ കാണിക്കാനാ. തൻ്റെ കയ്യിലിരുന്ന സ്മാർട്ട് ഫോൺ ഉയർത്തി കാണിച്ച് വൈദ്യൻ അത് പറഞ്ഞപ്പോൾ അറിയാതെ മിഥുനൊന്ന് ചിരിച്ചു പോയിരുന്നു. എങ്കിലും ഉള്ളിലൊരു നൊമ്പരം നിറഞ്ഞു നിന്നു. അല്ലെങ്കിലും ജനങ്ങൾ ഇങ്ങനെയാണ്, നമ്മുടെ വിഷമങ്ങളൊന്നും അവർക്കറിയേണ്ട കാര്യമില്ല. സ്മാർട്ട് ഫോൺ എന്ന് പറയാൻ പോലും പറ്റാത്ത ഐറ്റലിന്റെ ക്ലാരിറ്റി കുറഞ്ഞ ക്യാമറയിൽ അയാൾക്കൊപ്പം നിന്ന് ഫോട്ടോ എടുക്കുമ്പോഴും മിഥുന്റെ ഉള്ളിൽ നിറയെ സരയുവിന്റെ മുഖമായിരുന്നു. ഫോട്ടോയും ക്യാഷും എല്ലാം കിട്ടി സന്തോഷത്തോടെ അയാൾ മടങ്ങിയപ്പോൾ അവളുടെ അരികിലേക്ക് എത്താനായിരുന്നു മിഥുന് തിരക്ക്. അപ്പോഴേക്കും മുത്തശ്ശി കാല് തിരുമ്പി തുടങ്ങിയിരുന്നു. വേദന കൊണ്ട് ഇടയ്ക്കിടെ അവളുടെ മുഖത്ത് പല ഭാവം നിറയുന്നുണ്ടായിരുന്നു. മോനൊരു ബുദ്ധിമുട്ടായില്ലേ? രാഘവനാണ് ചോദിച്ചത്. ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടാണോ അച്ഛാ? നമ്മൾ നേരത്തെ കൂട്ടി കാണുന്നതല്ലല്ലോ ഇതൊക്കെ, അപകടങ്ങളൊക്കെ സംഭവിച്ചു പോകുന്നതല്ലേ, പുഞ്ചിരിയോടെ മിഥുൻ പറഞ്ഞു. മാത്രമല്ല സരയു, എനിക്കിഷ്ടപ്പെട്ട ഒരു വിഭവത്തിന് വേണ്ടി വാങ്ങിയ പണിയാണിത്. അതൊക്കെ പോട്ടെ, കുട്ടികളൊന്നും കഴിച്ചില്ലല്ലോ, ചോറെടുത്തിട്ട് വരാൻ ഞാൻ, മുത്തശ്ശിയാണ് അവരോട് പറഞ്ഞത്. അത് കേട്ട് സരയൊന്ന് പുഞ്ചിരിച്ചു. കുറച്ച് കഴിയട്ടെ മുത്തശ്ശി, മിഥുൻ പറഞ്ഞു. ഒരു നിമിഷം അവർക്ക് സംസാരിക്കാൻ എന്തെങ്കിലും കാണുമെന്ന് കരുതി രാഘവനും മുത്തശ്ശിയും അവിടെ നിന്ന് മാറിക്കൊടുത്തിരുന്നു. അവൾക്കരികിലേക്ക് ഇരുന്ന് ആ മുഖത്തേക്ക് നോക്കി ഏറെ ആർദ്രമായി അവൻ ചോദിച്ചു, നല്ല വേദനയുണ്ടോ? ഏയ് സാരില്ല, അച്ഛൻ പറഞ്ഞതുപോലെ കണ്ണേട്ടനൊരു ബുദ്ധിമുട്ടായല്ലോ എന്ന് സങ്കടം മാത്രമേ എനിക്കുള്ളൂ. അച്ഛനോട് പറഞ്ഞത് താൻ കേട്ടില്ലേ, അതന്നെ എനിക്ക് തന്നോടും പറയാനുള്ളൂ. ബുദ്ധിമുട്ടല്ലടോ, സങ്കടമാണ് തോന്നുന്നത്. ആ സമയം കൊണ്ട് മുത്തശ്ശി മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി കഴിഞ്ഞിരുന്നു. മാമ്പഴ പുളിശ്ശേരിയുടെ ഗന്ധം ഉമ്മറക്കോലായിൽ വരെ എത്തി. അത് കൃത്യമായി മിഥുന്റെ നാസികയുടെ ഉള്ളിലേക്ക് ഇരച്ചു കയറി വരികയും ചെയ്തിരുന്നു. കുറെ കാലങ്ങൾക്ക് മുൻപുള്ള ഒരു വൈകുന്നേരമാണ് അവൻ ഓർമ്മ വന്നത്. അമ്മയ്ക്കൊപ്പം കളി പറഞ്ഞ് മാമ്പഴ പുളിശ്ശേരിയും ചോറും കഴിക്കുന്നൊരു ചിത്രം, നിറമങ്ങി തുടങ്ങിയ ചിത്രമായിരുന്നു അത്. എന്നാൽ ഇപ്പോൾ വീണ്ടും മങ്ങിത്തുടങ്ങിയ നിറങ്ങൾക്ക് ചെറിയ തെളിച്ചം വന്നിരിക്കുന്നു. ഇത് ജീവിതത്തിൽ തനിക്ക് വരുന്ന വസന്തമാണെന്ന് അവൻ ഓർത്തിരുന്നു. കഴിക്കാൻ എടുക്കട്ടെ കുട്ടികളെ? മുത്തശ്ശിയാണ് വന്ന് ചോദിച്ചത്. സരവിന് ഇങ്ങോട്ട് കൊണ്ടുവന്നാലല്ലേ കഴിക്കാൻ പറ്റൂ, കാല് തൂക്കിയിട്ടിരിക്കുന്നതെന്നല്ലേ വൈദ്യര് പറഞ്ഞത്. അപ്പോൾ പിന്നെ ഞാൻ ഇവിടെ നിന്ന് കഴിക്കാം, മിഥുൻ പറഞ്ഞപ്പോൾ മുത്തശ്ശിയുടെയും രാഘവന്റെയും മനസ്സ് നിറഞ്ഞിരുന്നു. അന്ന് പതിവില്ലാതെ മിഥുൻ നന്നായി ചോറ് കഴിച്ചു. കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ നാടൻ രുചി. കുറെ നാളുകളായി തന്നെ തൻ്റെ ഡയറ്റും ജ്യൂസും ചപ്പാത്തിയും ഒക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. വീണ്ടും ഒരു നാടൻ കാലം അവന് ഓർമ്മ വന്നു. മുത്തശ്ശിയുടെ കൈപുണ്യത്തിനെ അവൻ ആവോളം പുകഴ്ത്തുമ്പോൾ ആ ചുളിവ് വീണ മുഖത്തൊരു തെളിച്ചം വരുന്നത് കണ്ടു. കുറച്ച് സമയങ്ങൾക്ക് ശേഷം കുഞ്ഞിയും എത്തിയിരുന്നു. രണ്ടുപേരെയും കണ്ട് വലിയ സന്തോഷമായിരുന്നു അവൾക്ക്. എങ്കിലും സരയുവിന്റെ വേദന അവളുടെ മനസ്സ് വേദനിച്ചു. എങ്കിലും അവൾക്ക് മിഥുനൊരു കൗതുകമായിരുന്നു. താൻ ഒരുപാട് ആരാധിച്ചൊരു നടൻ ചേച്ചിയുടെ ഭർത്താവാണെങ്കിൽ പോലും ഇത്ര കാലം ഇങ്ങനെ സംസാരിച്ചിട്ടില്ല എന്നവൾ ഓർത്തു. അപ്പോഴേക്കും മിഥുന് മറ്റൊരാളായി മാറിയിരുന്നു. ആ വീട്ടിലെ ഒരംഗത്തെ പോലെ. ഏലിക്ക മനമുള്ള ചായയുമായി വൈകുന്നേരം മുത്തശ്ശി എത്തിയപ്പോഴാണ് സരയു ഉറക്കമാണെന്ന് പോലും അറിയുന്നത്. ക്ഷീണം കൊണ്ട് അവൾ ഉറങ്ങിപ്പോയിരുന്നു. ആ സമയത്ത് അവൻ മുറിയിലേക്ക് പോയി അമ്മയെ കണ്ടു. അമ്മയോട് സരയു വീണ കാര്യങ്ങളെല്ലാം അവൻ പറയുകയും ചെയ്യുന്നുണ്ട്. ഒന്നും മറുപടി പറഞ്ഞില്ല, എങ്കിലും എല്ലാം മനസ്സിലാകുന്നുണ്ട് എന്ന് ആ മുഖത്തു നിന്ന് വ്യക്തമായി. കൈപിടിച്ചാണ് സംസാരിച്ചത്. ജീവിത പ്രയാസങ്ങൾ കൊണ്ട് നിറം മങ്ങിയ ഒരു വീടിന് നിറച്ചാർത്തണിയിക്കാൻ അവന് സാധിച്ചിരുന്നു. ശേഷം സരയുവിന്റെ അരികിലേക്ക് നിന്നു. അപ്പോഴാണ് മാനേജറുടെ കോള് വന്നത്. നാളെ ഒരു പ്രസ് മീറ്റ് ഉണ്ട്, ഒരു സിനിമയുടെ പ്രമോഷന്റെ ഭാഗമായി. അതിനെപ്പറ്റി ചോദിക്കാനാണ് വിളിച്ചത്. തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞ് ഞാൻ ഫോൺ വെച്ചു. എനിക്കിപ്പോ ഇന്ന് വരാൻ പറ്റുമോ? സരയു ചോദിച്ചു. താനിപ്പോ ഇന്ന് വരണ്ട, ഞാൻ പോയിട്ട് നാളെ വൈകുന്നേരം വരാം. അപ്പോ കണ്ണേട്ടൻ പോവുകയാണോ? ആ ചോദ്യം അവൻ പ്രതീക്ഷിച്ചിരുന്നില്ല. അതോടെ അവളുടെ മുഖത്തേക്ക് നോക്കിപ്പോയിരുന്നു അവൻ. താൻ ചോദിച്ചത് അബദ്ധമായോ എന്ന മട്ടിൽ അവൾ മുഖം താഴ്ത്തിയിരുന്നു.
പറഞ്ഞു പോയത് അബദ്ധമായോ എന്ന ഭയമാണ് അതിന് കാരണമെന്ന് തോന്നി. ചെറുപുഞ്ചിരി മാത്രം സമ്മാനിച്ചു. അപ്പോഴേക്കും കുഞ്ഞി അടുത്ത് വന്ന് മിഥുന്റെ വിശേഷങ്ങൾ പറയാൻ തുടങ്ങി. ഇടയ്ക്ക് കാലുകളിൽ തൈലമിടാൻ അവൾ മറന്നില്ല. മിഥുനെ പറ്റി പറയാൻ ഒരുപാടുണ്ടായിരുന്നു. ഒരുപാട് വിശേഷങ്ങൾ. സിനിമയിലും അഭിമുഖങ്ങളിലും കാണുന്നത് പോലെ ഒരു ഗൗരവക്കാരനല്ലാതെ തന്നോട് ഇടപെടുന്നതിനെ പറ്റി പറയുമ്പോൾ ആ മുഖമല്ലാതെ സന്തോഷിച്ചിരുന്നു. ചെറിയ സമയം കൊണ്ട് ആ വ്യക്തി എത്രത്തോളം സ്വാധീനം ചെലുത്തിയെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു. സന്ധ്യ ഇരുളിന് വഴിമാറാൻ തുടങ്ങിയിട്ടും മൊബൈലിൽ നോക്കിയിരിക്കുകയാണ് മിഥുന്. അവൻ പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് സംശയമുണ്ടെങ്കിലും ചോദിക്കാൻ വയ്യായിരുന്നു. ഒടുവിൽ വരുന്നത് വരട്ടെ എന്ന് കരുതി അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു, കണ്ണേറ്റിന് പോകണ്ടേ? നാളെ എന്തോ പ്രമോഷൻ ഉണ്ടെന്നല്ലേ പറഞ്ഞത്? പോകേണ്ടതാണ്, പക്ഷെ ഞാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞിട്ടാണോ പോകുന്നില്ല എന്ന് പറഞ്ഞത്? അതെ. അവന്റെ വെട്ടി തുറന്നുള്ള മറുപടി അവളെ ഞെട്ടിച്ചു. കണ്ണേറ്റിന് ബുദ്ധിമുട്ടാകും. ഇവിടെയുള്ള സൗകര്യങ്ങളൊന്നും തന്നെ താമസിക്കാൻ പറ്റില്ലല്ലോ, അവൾ അവനോട് പറഞ്ഞു. ഇതിലും സൗകര്യമില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ഷൂട്ടിങ്ങിന്റെ ഭാഗമായിട്ട് ഞാൻ താമസിച്ചിട്ടുണ്ട്. സത്യത്തിൽ ഞാൻ പോകണമെന്ന് താൻ ആഗ്രഹിക്കുന്നില്ല. തന്നെ ഒറ്റക്കാക്കി പോകാൻ എൻ്റെ മനസ്സും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് നമ്മുടെ രണ്ടുപേരുടെയും ആഗ്രഹം ഒന്നാണ്. ഇപ്പോൾ നമ്മൾ ഒരുമിച്ചുണ്ടാവണമെന്ന് തന്നെയാണ് നമ്മൾ രണ്ടുപേരും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം ഫോർമാലിറ്റികൾ നമുക്കിടയിൽ ആവശ്യമില്ല. സരി ഒരുപാട് ഫോർമൽ ആവുന്നുണ്ട്, മിഥുൻ പരിഭവത്തോടെ പറഞ്ഞു. തനിക്ക് എന്ത് കാര്യങ്ങളും എന്നോട് തുറന്നു പറയാം. ഒരു ഫ്രണ്ട് എന്ന നിലയിലാണെങ്കിലും പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. അത് ഞാൻ തന്നോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ഇന്ന് തന്നെ തനിക്ക് എന്നോട് പറയാമായിരുന്നു കണ്ണേട്ടൻ പോവണ്ട എന്ന്. അത് എനിക്ക് കൂടുതൽ സന്തോഷമായിരുന്നു നൽകുന്നത്. ഒരു പക്ഷേ ഇന്ന് പോകുന്നുണ്ടോ എന്ന ചോദ്യത്തേക്കാൾ കൂടുതൽ അതായിരുന്നു എനിക്ക് സന്തോഷം തരുന്നത്. സരയുടെ മുഖത്തേക്ക് നോക്കി തുറന്നു പറഞ്ഞപ്പോൾ ഒരു നിമിഷം അത്ഭുതപ്പെട്ടു പോയിരുന്നു. ഇങ്ങനെയൊരു തുറന്നു പറച്ചിൽ അവൾ പ്രതീക്ഷിച്ചില്ല എന്നതാണ് സത്യം. അവന്റെ മുഖത്തേക്ക് നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. അവൾ അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ പിടിച്ചു നിർത്തണമെന്ന് വിചാരിച്ചില്ല. അറിയാതെ ചോദിച്ചു പോയതാ. കണ്ണേട്ടന്റെ തിരക്കുകളൊക്കെ എനിക്കറിയാം. മാത്രമല്ല വീണ്ടും അവൻ അവളോട് മറുചോദ്യം ചോദിച്ചു. എനിക്കറിയില്ല, കണ്ണേട്ടൻ അരികിൽ ഉണ്ടാവണമെന്ന് ഞാൻ ഇന്ന് ആഗ്രഹിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ്. അങ്ങനെ പറയാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല. തെറ്റായി പോയെങ്കിൽ ക്ഷമിക്കണം. നമ്മൾ ഇത്രയും ദിവസം ഒരുമിച്ച് കഴിഞ്ഞവർ ആയതുകൊണ്ടായിരിക്കും എന്തോ പെട്ടെന്ന് പോകുന്നു എന്ന് കേട്ടപ്പോൾ ഒരു ഭാരം പോലെ നെഞ്ചിന് കുറുകെ ഒരു കല്ലെടുത്ത് വെച്ചതുപോലെ തോന്നി. അറിയാതെ വന്നു പോയതാണ്, സരയ് കുറ്റബോധത്തോടെ പറഞ്ഞു. അതിന് ഞാൻ തന്നെ തെറ്റൊന്നും പറഞ്ഞില്ലല്ലോ. എൻ്റെ അവസ്ഥയും ഇതുതന്നെയാണ്. എൻ്റെ ഒരു യാത്രയിൽ സഹയാത്രികയായി വന്ന ആളാണ്. ഇടയ്ക്ക് വെച്ച് സഹയാത്രിക ഇറങ്ങിപ്പോയാൽ എനിക്കും എന്തോ മിസ്സിങ് ചെയ്യും, മിഥുൻ പറഞ്ഞു. പക്ഷേ തുറന്നു പറയണമായിരുന്നു എന്തു കാര്യവും. താൻ എന്നോട് വളരെ ഫോർമലായിട്ടാണ് സംസാരിക്കുന്നത്. ഞാൻ അങ്ങനെ ഫോർമലായിട്ടല്ലല്ലോ തന്നോട് നിൽക്കുന്നത്. എന്നിട്ടും എന്താണ് നമുക്കിടയിൽ ഒരു അകലം? അറിയാതെ അവൻ്റെ മനസ്സിൽ നിന്ന് വന്നായിരുന്നു ആ ചോദ്യമെന്ന് അവന് തോന്നിയിരുന്നു. എനിക്കറിയില്ല, ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോയാൽ തെറ്റാകുമോ എന്ന ഭയം. അതുകൊണ്ട് എൻ്റെ ഉള്ളിലുള്ളതൊന്നും കണ്ണേട്ടനോട് പറയാൻ പോലും എനിക്ക് പറ്റുന്നില്ല. ഒരു നിമിഷം അവനിൽ അവളുടെ മറുപടി എന്തൊക്കെയോ പ്രതീക്ഷകൾ നൽകി. തൻ്റെ ഉള്ളിൽ എന്താ ഉള്ളത്? ആ ചോദ്യം അവളുടെ ഹൃദയത്തിലേക്കായിരുന്നു. എന്തു മറുപടിയാണ് താൻ പറയുന്നത്? ആ രൂപവും സാന്നിധ്യവും താൻ ആഗ്രഹിക്കുന്നുവെന്നോ? അവൾ ഓർത്തുപോയി. അതോ ഈ രൂപം ഹൃദയത്തിൽ പതിഞ്ഞു പോയെന്നോ? ഈ സാമീപ്യവും സാന്നിധ്യവും ആഗ്രഹിക്കുന്നതിന് മനസ്സ് ഉള്ളിനുള്ളിൽ വെമ്പൽ കൊള്ളുന്നുണ്ടെന്നോ? അതോ അണിഞ്ഞിരിക്കുന്ന താലി ഹൃദയത്തെ സ്പർശിച്ചു തുടങ്ങിയെന്നോ? തൻ്റെ പുരുഷനായി താൻ അവനെ മനസ്സിൽ കുടിയിരുത്തി തുടങ്ങിയെന്നോ? എന്താണ് ഈ ചോദ്യത്തിന് തനിക്ക് മറുപടിയായി പറയാനുള്ളത്? കുറച്ച് നിമിഷങ്ങൾക്ക് മുൻപ് അവൻ യാത്ര പറഞ്ഞു പോവുകയാണെന്ന് അറിഞ്ഞ നിമിഷം മനസ്സ് മുറവിളി കൂട്ടിയത് അറിഞ്ഞതാണ് താൻ. എന്നിട്ടും ഒരു വിദൂര സ്വപ്നമായി പോലും തനിക്ക് ചിന്തിക്കാൻ കഴിയാത്തൊരു കാര്യം. പക്ഷേ എപ്പോഴൊക്കെയോ ഹൃദയം അവനുമായി കോർക്കാൻ മോഹിക്കുന്നു. ഉള്ളിനുള്ളിൽ ഒരു സ്ഥാനം ഹൃദയം നൽകുന്നുണ്ട്. പക്ഷേ അത് അവനോട് പറയാൻ എന്തിന്, അങ്ങനെയൊന്ന് ചിന്തിക്കാൻ പോലുള്ള ധൈര്യം തനിക്കുന്നില്ല. മറ്റുള്ളവർ കേട്ടാൽ തന്നെ പഴിക്കുമോ എന്നൊരു ഭയം. നീയില്ലാതെ പറ്റില്ല എന്ന് വിളിച്ചു പറയണം എന്നുണ്ട്. പക്ഷേ അതിന് സാധിക്കാത്ത ഒരവസ്ഥയിലാണ് താനൊരു ജോലിക്കാരി മാത്രമാണ്. ജോലി അവസാനിച്ചാൽ യാത്ര പറയേണ്ട ഒരു ജോലിക്കാരി മാത്രം. അല്ലെങ്കിൽ അവൻ പറഞ്ഞതുപോലെ ഒരു സഹയാത്രിക. യാത്ര അവസാനിക്കുമ്പോൾ അവനോട് യാത്ര പറഞ്ഞിറങ്ങേണ്ട സ്റ്റോപ്പിൽ ഇറങ്ങുക. ഹലോ, അവൻ കൈത്തട്ടി വിളിച്ചപ്പോഴാണ് താൻ ഇത്ര നേരം എന്താണ് ചിന്തിച്ചത് എന്ന് പോലും അവൾക്ക് ഓർമ്മ വന്നത്. അവളൊന്ന് പുഞ്ചിരിച്ചു. ഒന്നുമില്ല. വിദഗ്ധമായി അവൻ്റെ മുഖത്ത് നോക്കാതെ ഒരു നുണ പറഞ്ഞു.
അവന്റെ ഹൃദയം ആ നിമിഷം തന്നെ ഒന്ന് നൊമ്പരപ്പെട്ടു എന്ന് തോന്നിയിരുന്നു. മറ്റെന്തൊക്കെയോ ആഗ്രഹിച്ചിരുന്നു എന്ന സംശയം അവന് തോന്നിയിരുന്നു ആ നിമിഷം. ഹൃദയത്തിൽ ഒളിപ്പിച്ച അനുരാഗം രണ്ടുപേർക്കും പുറത്തേക്ക് വരുന്നില്ല. ഒരു വാക്കിന്റെ അകലം ഇടുകയാണ് രണ്ടുപേരും. ഇഷ്ടമാണെങ്കിലും മൗനമായ ഇഷ്ടത്തെ ഹൃദയത്തിൽ പേറുകയാണ് രണ്ടുപേരും. അനുരാഗം വീണ്ടും ഒരു മായാജാലം നടത്തുന്നു. എനിക്കൊന്ന് കുളിക്കണം സരയൂ. ഇപ്പൊ എന്ത് ചെയ്യാ? ഞാനാകെ വിയർത്തിരിക്കുകയാണ്. കുളിച്ചാൽ മാറാനുള്ള ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ടോ? അതൊക്കെ എപ്പോഴും കാറിലൊന്നും ഉണ്ടാവും. ഞാൻ എപ്പോഴും 1-2 ജോഡി എപ്പോഴും കാറിൽ സൂക്ഷിക്കും. നമ്മുടെ തൊടിയിൽ അപ്പുറത്തൊരു പുഴയുണ്ട്, പക്ഷേ അവിടെ കുളിക്കേണ്ട നല്ല ആഴമുണ്ട്. ഇവിടെ പുറത്ത് ബാത്റൂമുണ്ട്, പക്ഷേ ഷവറോ പൈപ്പോ ഒന്നും ഉണ്ടാവില്ല. അതൊരു ബുദ്ധിമുട്ടാവുമോ? അത് കുഴപ്പമില്ലടോ, ചിരിയോട് അവൻ പറഞ്ഞു. ആ നിമിഷമാണ് പുരട്ടാനുള്ള തൈലവുമായി മുത്തശ്ശി എത്തിയത്. കുട്ടിക്ക് തൈലം പുരട്ടാനുള്ള സമയമായി. എങ്കിൽ ഞാൻ പുരട്ടാം മുത്തശ്ശി. മിഥുനാണത് പറഞ്ഞത്. വേണ്ട കുട്ടിയെ, കുട്ടിയുടെ കയ്യിലാകെ അതിൻ്റെ ഗന്ധമാകും. കുട്ടിക്ക് ഇതൊന്നും ശീലമില്ലാത്തതല്ലേ, അതുകൊണ്ട് ഞാൻ ചെയ്തോളാം. ഇങ്ങനെയൊക്കെയല്ലേ മുത്തശ്ശി ശീലമാകുന്നത്. അതും പറഞ്ഞ് അവനത് മുത്തശ്ശിയുടെ കയ്യിൽ നിന്ന് വാങ്ങിയിരുന്നു. ഒരു നിമിഷം സരയുവിന് അത്ഭുതം തോന്നിയിരുന്നു. മുത്തശ്ശി അവിടെ നിന്നും പോകുന്നത് കണ്ട് അവൻ അരികിലേക്ക് ചെന്നു. അവിടെ വെച്ചേക്ക്, ഞാൻ പുരട്ടിക്കോളാം. അവൻ അരികിലേക്ക് വന്ന നിമിഷം അവൾ പറഞ്ഞു, അതെന്താണ് ഞാൻ പുരട്ടിയ? ഇപ്പൊ എന്ത് സംഭവിക്കാൻ പോകുന്നത്? അതൊന്നും അറിയണമല്ലോ. അതൊന്നും വേണ്ട, ഇത്രയും വലിയ ആള് എൻ്റെ കാലിലെ കുഴമ്പിട്ട് തരേണ്ട ആവശ്യമില്ല. വീണ്ടും ഫോർമൽ രീതിയിലേക്ക് സരയു പോയി. ഗൗരവത്തോടെയാണ് അവനത് പറഞ്ഞത്. ഇതിലൊരു ഫോർമാലിറ്റി ഇല്ല. കണ്ണേട്ടിനെ പോലെ ഒരാള് അത് തരേണ്ട ആവശ്യമില്ല. ഞാൻ അത്രയ്ക്ക് വലിയ ആളൊന്നുമല്ല, അതുകൊണ്ടാണ് പറഞ്ഞത്, അല്ലാതെ വേറൊന്നുമല്ല. ഇപ്പൊ എന്താ സംഭവിക്കുന്നു നോക്കാലോ. ഇതിലും വലിയ ആളുകളില്ല, ചെറിയ ആളുകളില്ല. എൻ്റെ ഒരു സുഹൃത്തിന് വയ്യാതെ വരുമ്പോൾ ഞാനൊരു സുഹൃത്തിൻ്റെ കടമ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. താൻ അങ്ങോട്ട് ബോട്ട് ഉയർത്തിക്കേ. ഒരു നിമിഷം താൻ പറഞ്ഞതിന് അബദ്ധം അവൾക്ക് മനസ്സിലായി. ഐ മീൻ തൻ്റെ ബോട്ടം കുറച്ച് മുകളിലേക്ക് കയറ്റി വെക്കാൻ. എങ്കിലല്ലേ ഇത് പുരട്ടാൻ പറ്റൂ. അവൻ്റെ ചമ്മൽ കണ്ട് ഒരു നിമിഷം അവൾക്ക് ചിരി വന്നിരുന്നു. അവളുടെ മുഖത്തൊരു ചിരി വിരിഞ്ഞു. അല്പം മടിയോടെയാണെങ്കിലും അവൾ ബോട്ടം അല്പം മുകളിലേക്ക് ഉയർത്തി വെച്ചു. വെളുത്ത കാലുകളിലെ സ്വർണ്ണ രോമങ്ങൾ, നീണ്ട വിരലുകൾ, ചാരനിറത്തിലുള്ള നെയിൽ പോളിഷ്, വീതി കുറഞ്ഞ ഒരു വെള്ളിക്കൊലുസ്. കൈയിലേക്ക് തൈലമൊഴിച്ച് കാലുകളിലേക്ക് അത് പുരട്ടുമ്പോൾ ഒരു നിമിഷം അവന്റെ കണ്ണുകൾ അവളുടെ കണ്ണുകളിൽ ആഴ്ന്നു പോയിരുന്നു. ആ നിമിഷം അവളും സർവ്വതും മറന്ന് അവനെ തന്നെ നോക്കിപ്പോയി. ഉള്ളിലെ അനുരാഗം പുറത്തേക്ക് വരുമോ എന്ന് രണ്ടുപേർക്കും ഭയം തോന്നി തുടങ്ങിയ നിമിഷങ്ങളായിരുന്നു. കുറെ മനോഹരമായ നിമിഷങ്ങൾ സമ്മാനിച്ചു. നിറഞ്ഞു നിന്ന നോട്ടം, ആ നേത്രങ്ങൾ വാചാലമായിരുന്നു. എന്തൊക്കെയോ പരസ്പരം ഒഴിയാൻ ആഗ്രഹിച്ചു. പക്ഷേ വാക്കുകൾ അന്യോന്യം പുറത്തു വന്നിരുന്നില്ല ആ സമയമപ്പോൾ. പെട്ടെന്ന് മാനം കാർ മൂടി ഒരു ഇരുണ്ട ആവരണം ഭൂമിയെ വലം ചെയ്തു. മണ്ണിനെ പുൽകിക്കൊണ്ടൊരു വേനൽ മഴ പെയ്തു. മഴയുടെ ചില ചീളുകൾ പാതി തുറന്നു വെച്ച ജനലിലൂടെ ഇരുവരുടെയും മുഖത്തേക്കൊന്ന് തഴുകി കടന്നുപോയിരുന്നു. ആ നിമിഷം അവരൊന്ന് ഞെട്ടി. മഴത്തുള്ളികൾ മുത്തുകൾ തീർത്ത് അവളുടെ മൂക്കിത്തുമ്പിലിരുന്ന നിമിഷം അറിയാതെ അവൻ അവളെ ഒന്ന് നോക്കിപ്പോയിരുന്നു. താൻ തന്നെ മറന്നു പോകുമെന്ന് അവൻ പ്രതീക്ഷിച്ചു പോയ നിമിഷങ്ങൾ. പൊതുവെ ഇരുൾ മൂടിയ ആ വീട് ഒന്നുകൂടി ഇരുളിലേക്ക് മാഞ്ഞു പോയിരുന്നു. എന്തൊരു കാലം തെറ്റിയ പെയ്ത്ത്. മുത്തശ്ശി പറയുന്നത് കേൾക്കാമായിരുന്നു. ഇത് തന്റെ മനസ്സിലെ മാരിയാണെന്ന് പറയണമെന്ന് മിഥുന് തോന്നി. നാളുകളായി വേനൽ മൂടിക്കിടന്ന തന്റെ മനസ്സിലൊരു കുളിർമഴ പെയ്ത പോലെ അവൻക്ക് തോന്നിയിരുന്നു. ആ മാരിയുടെ കുളിര് മനസ്സിനെയും മരിച്ചു തുടങ്ങുന്നത് അവൻ അറിഞ്ഞു. രണ്ടുപേർക്കും വാക്കുകളൊന്നും ലഭിച്ചിരുന്നില്ല. പരസ്പരം വിഴികളെ കൊണ്ടവർ ഏറെ നേരം കഥ പറഞ്ഞു. അവനിൽ നിന്നും നോട്ടമകലാൻ അവളോ, അവളിൽ നിന്നും നോട്ടമകറ്റാൻ അവനോ ആഗ്രഹിച്ചിരുന്നില്ല ആ നിമിഷം. രണ്ടുപേരും മറ്റൊരു ലോകത്തിലായിരുന്നു. ഒരു മൗനാനുരാഗത്തിന് മാസ്മരികമായ ലോകത്തിൽ. സ്വപ്നങ്ങളുടെ തേരിലേറി നയങ്ങളാൽ ആശയവിനിമയം നടത്തി അവർ മാത്രമായൊരു ലോകത്തായിരുന്നു അവർ. അവർക്ക് മാത്രമായിരുന്ന ഒരു ഭാഷയിൽ അവരെന്തൊക്കെയോ സംസാരിച്ചു. മെഴുകുതിരി വേണോ കുട്ടികളെ? മുത്തശ്ശിയുടെ സ്വരമാണ് രണ്ടുപേരെയും യാഥാർത്ഥ്യത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത്. ഒരു നിമിഷം രണ്ടുപേർക്കും ഉള്ളിലെ ജാളിത മറക്കാൻ അല്പം പണിപെട്ടു പോയിരുന്നു. വേണ്ട മുത്തശ്ശി, മിഥുൻ വിളിച്ചു പറഞ്ഞു. സരയുവിന് അവന്റെ മുഖത്തേക്ക് പോലും നോക്കാൻ സാധിച്ചിരുന്നില്ല. അപ്പോഴേക്കും മുത്തശ്ശി ഒരു പഴയ റാന്തൽ വിളക്കുമായി വന്നിരുന്നു. ആദ്യമായാണ് ഒരു യഥാർത്ഥ റാന്തൽ വിളക്ക് മിഥുൻ നേരിൽ കാണുന്നത് എന്ന് അവൻ ഓർത്തു. ഷൂട്ടിങ്ങിനും മറ്റും പോകുമ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഇതിന്റെ വെളിച്ചം അത് ആദ്യമായായിരുന്നു അവൻ നേരിട്ട് കാണുന്നത്. അത് അവന് കൗതുകമുള്ള ഒരു കാഴ്ചയായിരുന്നു. അപ്പോഴേക്കും അവിടെയുള്ള ഒരു മേശയുടെ പുറത്തേക്ക് മുത്തശ്ശി അത് വെച്ചിരുന്നു.
മുത്തശ്ശി കണ്ണേട്ടന് കുളിക്കണം. അവന്റെ മുഖത്തേക്ക് നോക്കാതെ അവളത് പറഞ്ഞു. ഈ മഴ ഒന്ന് കഴിഞ്ഞോട്ടെ കുട്ടിയെ. പുതുമഴയാണ്, ഇടിവെട്ടോ വല്ലോ ഉണ്ടോന്ന് നോക്കിയിട്ട് മതി. അല്ലാതെ പുറത്തിറങ്ങണ്ട, കേട്ടല്ലോ. കുട്ടിക്ക് ഇവിടെയുള്ള സൗകര്യത്തെ കുറിച്ച് ശീലമൊന്നും ഉണ്ടാവില്ല. ചൂടുവെള്ളം വല്ലത് വേണമെങ്കിൽ ഞാനത് വേഗം ഉണ്ടാക്കാം. നാടൻ ശൈലിയുള്ള അവരുടെ സംസാരം അവന് വല്ലാതെ ഇഷ്ടമായിരുന്നു. വേണ്ട മുത്തശ്ശി, അങ്ങനെ ചൂടുവെള്ളത്തിൽ കുളിച്ചുള്ള ശീലമൊന്നും എനിക്കില്ല. തണുത്ത വെള്ളത്തിൽ കുളിക്കുന്നതാണ് പണ്ട് മുതലേ ഇഷ്ടം. നിമിഷ നേരം കൊണ്ട് തന്നെ മഴ മാറുകയും മാനം തെളിയുകയും ചെയ്തു. എത്ര പെട്ടെന്നാണ് പ്രകൃതി മാറി പറയുന്നത്. ഒരു ദിവസം തന്നെ എന്തൊക്കെ മാറ്റങ്ങളാണ് പ്രകൃതിയിൽ സംഭവിക്കുന്നത്. മനുഷ്യന്റെ മനസ്സും എങ്ങനെയല്ലേ. ചിലപ്പോഴൊക്കെ കാർ മൂടി, മറ്റു ചിലപ്പോൾ അത് പ്രകാശത്തിന് വഴിമാറുന്നു. നിമിഷ നേരം കൊണ്ട് ഇരുൾ വെളിച്ചത്തിന് വഴിമാറുന്നു. ചിരിയോടെ അവൻ പുറത്തേക്ക് പോയി. ഇതെല്ലാം അവന്റെ മനസ്സിൽ മിന്നിമാഞ്ഞു. കാറിൽ നിന്ന് ഒരു ട്രാക്ക് സ്യൂട്ടും ബനിയനും എടുത്ത് അതിനുശേഷം മുത്തശ്ശി കാണിച്ചു തന്ന കുളിമുറിയിലേക്ക് കയറി. തണുത്ത വെള്ളം എന്ന് പറഞ്ഞെങ്കിലും അത്രയും തണുത്ത വെള്ളത്തിൽ ആദ്യമായി കുളിക്കുകയായിരുന്നു മിഥുൻ. വളരെയധികം തണുപ്പുള്ള വെള്ളം. കുറച്ചു മുൻപ് അവളുടെ മിഴികളിൽ നിറഞ്ഞു നിന്ന ഭാവത്തിന്റെ അർത്ഥം തിരയുകയായിരുന്നു അപ്പോഴും അവൻ. കണ്ണിമ പോലും ചിമ്മാതെ തന്നെ നോക്കിയിരുന്നൊരു പെണ്ണ്. എന്തായിരിക്കും അതിന് കാരണം? തനിക്ക് അവളോട് തോന്നുന്നത് പോലെയൊക്കെ അവൾക്കും തന്നോട് തോന്നുന്നുണ്ടായിരിക്കുമോ? അവൻ ചിന്തിച്ചു പോയി. ആ നിമിഷം അങ്ങനെ ഒരു സംശയം അവന്റെ മനസ്സിൽ വരാതിരുന്നില്ല. എങ്കിലും അത് ചിലപ്പോൾ തൻ്റെ തോന്നൽ മാത്രമാണെങ്കിൽ എന്ന് സംശയിച്ചു. സരയുവിനെ മനസ്സിലാക്കിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ അവൾ അങ്ങനെ ചിന്തിക്കില്ല എന്ന് ഉറപ്പായിരുന്നു മിഥുന്. കാരണം എല്ലാത്തിലും ഉപരി അവൾ ചിന്തിക്കുന്നത് അവളുടെ സ്ഥാനത്തെ പറ്റിയായിരിക്കും. സ്വയമേ ചെറുതാവാൻ ആഗ്രഹിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ അവളുടെ വിദൂര സ്വപ്നങ്ങളിൽ പോലും അങ്ങനെയൊരു ചിന്ത കടന്നു വന്നിട്ടുണ്ടാവില്ല എന്ന് അവൻ ഓർത്തു. ഒരു ഭിത്തിക്കപ്പുറം ഇരുന്ന് അവളും ചിന്തിച്ചത് തന്നിൽ വന്നു ചേരുന്ന മാറ്റങ്ങളെ കുറിച്ചായിരുന്നു. എത്ര നിയന്ത്രിച്ചിട്ടും അവന്റെ സാന്നിധ്യത്തിൽ തന്നെ മറന്നു പോകുന്നത് പോലെ. അർഹതയില്ല എന്നറിഞ്ഞിട്ടും 100 വട്ടം മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചിട്ടും വീണ്ടും വീണ്ടും ഒരു കാന്തം പോലെ തന്നെ ആകർഷിക്കുന്ന അവന്റെ മിഴികൾ. തൻ്റെ ഉള്ളിലുള്ള രഹസ്യം, ഉള്ളിൽ നിറയുന്ന ഇരുളിന്റെ വെളിച്ചമാണവനെന്ന് അവൾക്ക് തോന്നി. കഴുത്തിൽ തന്നോട് ചേർന്ന് കിടക്കുന്ന ലോഹത്തകിട് അവളൊന്ന് നോക്കി. ആ ഒരു പൊടി പൊന്നിനോട് വല്ലാത്തൊരു ഇഷ്ടം തോന്നി അവൾക്ക്. ആദ്യമായി കഴുത്തിലണിഞ്ഞവൻ, അഗ്നിസാക്ഷിയായി തൻ്റെ സീമന്തരേഖ ചുവപ്പിച്ചവൻ, ഒരു താലി കെട്ടിയ പേരിൽ ഒരു സിന്ദൂരം അണിഞ്ഞതിൻ്റെ പേരിലും ഒരാളോട് പ്രണയം തോന്നുമെന്ന് വിശ്വസിക്കാത്ത ആളായിരുന്നു താന്. പക്ഷേ എപ്പോഴൊക്കെയോ മനസ്സ് മറ്റെന്തൊക്കെയോ ചാബല്യങ്ങൾക്ക് വഴിമാറുന്നു എന്ന് മനസ്സിലായിരുന്നു. അത് പ്രണയമാകില്ലേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. പക്ഷേ അതേ എന്ന് വീണ്ടും വീണ്ടും അത് തെളിയിച്ചു തരുന്നു. അപ്പോഴേക്കും കുളിയൊക്കെ കഴിഞ്ഞ് മിഥുൻ അകത്തേക്ക് കയറി വന്നിരുന്നു. ബുദ്ധിമുട്ടായി അല്ലേ? അവന്റെ മുഖത്തേക്ക് നോക്കി അവൾ ചോദിച്ചു. തനിക്ക് എന്നോട് വേറെ ഒന്നും ചോദിക്കാനില്ലേ? തലയിൽ തോർത്തിയ തോർത്ത് അയലിലേക്ക് വിരിച്ചിട്ടുകൊണ്ട് ചോദിച്ചു. ഒരു ചെറുപുഞ്ചിരി മാത്രം അതിനവൾ മറുപടി നൽകി. എപ്പോഴെങ്കിലും ജീവിതത്തിൽ കണ്ണേട്ടൻ വിചാരിച്ചിട്ടുണ്ടോ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു രാത്രി കഴിയേണ്ടി വരുമെന്ന്? ഒരു പുഞ്ചിരിയോട് അവൾ ചോദിച്ചു. ഫിലിമിന് വേണ്ടി ഞാൻ ഒരുപാട് ട്രൈബൽസിനൊപ്പം വരെ 1 മാസത്തോളം ജീവിച്ചിട്ടുണ്ട്. അവിടെ യാതൊരുവിധ സൗകര്യവും ഇല്ലായിരുന്നു. ഒന്നുമല്ല അവിടെ കറണ്ടില്ല, ഇന്റർനെറ്റ് ഇല്ല, പിന്നെ നല്ലൊരു ബാത്റൂം പോലും ഇല്ലായിരുന്നു. ഞാൻ ഏത് സാഹചര്യത്തിലും അഡ്ജസ്റ്റ് ആകുന്ന ഒരാളാണ്. പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടവരൊക്കെ അരികിലുള്ളപ്പോൾ ആ സ്ഥലം നമ്മൾ അറിയാതെ ഇഷ്ടപ്പെട്ടു പോകും. അവളുടെ മുഖത്തേക്ക് നോക്കി അവനത് പറഞ്ഞപ്പോൾ ഒരു നിമിഷം മുഖമുയർത്തി അവൾ അവനെ തന്നെ നോക്കി നിന്ന് പോയിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോഴേക്കും നാമജപവും ഒച്ചകളും ഒക്കെ അവൻ കേട്ടിരുന്നു. കുഞ്ഞിയാണ്, ഒപ്പം മുത്തശ്ശിയുണ്ട്. കുറച്ചു നേരം ഉമ്മറത്തേക്ക് പോയി അവൻ ആ കാഴ്ച കണ്ടു. തിരികെ കയറി വരുമ്പോഴും ജനലിലൂടെ പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ് സരയു. തനിക്കൊന്ന് കുളിക്കാൻ പോലും പറ്റിയില്ല അല്ലേ? കുഴപ്പമൊന്നുമില്ല, രാവിലെ കുളിച്ചല്ലോ. ചൂടൊന്നും ഇല്ലല്ലോ. കുളിക്കണമൊന്നുമല്ല, അമ്മയെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. എങ്ങനെയാണ് പുറത്തേക്ക് പോകുക? അവളൊരു ചമ്മലോടെ പറഞ്ഞു. അത്രയേ ഉള്ളൂ, വഴിയുണ്ടാക്കാം. ആദ്യം അമ്മ ഉണർന്നു കിടന്നോ നോക്കട്ടെ. അത്രയും പറഞ്ഞ് അവൻ പുറത്തേക്ക് പോയിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ അവൻ വീട്ടിലെ ഒരംഗമായി തോന്നിയിരുന്നു. കുറച്ച് സമയങ്ങൾക്ക് ശേഷം തിരികെ വന്ന് അവളുടെ സമ്മതം പോലും ചോദിക്കാതെ അവളെ കയ്യിൽ കോരിയെടുത്തു. ഒരു നിമിഷം വീണ്ടും ശരീരത്തിലൂടെ ഒരു മിന്നൽ പാഞ്ഞതുപോലെ അവൾ അറിഞ്ഞു. ഉമ്മറത്തിരുന്ന് വർത്താനം പറഞ്ഞ് രാഘവനും അത്ഭുതം നിറയ്ക്കുന്ന കാഴ്ചയായിരുന്നു അത്. അമ്മയുടെ മുറിയിലേക്ക് കൊണ്ടുപോയി കുറച്ച് സമയം അവർക്കൊപ്പം ഇരുന്നു. കുറച്ച് സമയം അമ്മയും മോളും കൂടി എന്തെങ്കിലുമൊക്കെ വിശേഷം പറയൂ, ഞാൻ പുറത്തേക്ക് പോകട്ടെ, വിളിച്ചാൽ മതി, ഞാൻ വരാം. അതും പറഞ്ഞ് അവൻ പുറത്തേക്ക് ഇറങ്ങി. പിന്നെ കുറച്ച് സമയം രാഘവനുമായി എന്തൊക്കെയോ സംസാരിച്ചു.
എത്ര പെട്ടെന്നാണ് താരപരിവേഷങ്ങളൊന്നുമില്ലാതെ ഒരു സാധാരണക്കാരനായി അവൻ മാറിയതെന്ന് അവൻ തന്നെ ചിന്തിച്ചു പോയിരുന്നു. 8 മണിയായപ്പോഴേക്കും ഭക്ഷണം കഴിക്കുവാനും മുത്തശ്ശി വിളിച്ചു. ആ സമയത്ത് ഭക്ഷണം കഴിച്ച ജീവിതത്തിൽ ഇതുവരെ ശീലമില്ല. എങ്കിലും അവരുടെ സന്തോഷം കളയണ്ട എന്ന് കരുതി സന്തോഷത്തോടെ തന്നെ മിഥുൻ ചെന്നിരുന്നു. ഒപ്പം മുറിയിൽ ചെന്ന് സരീവിനെ വിളിച്ചു. അമ്മയ്ക്കൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കട്ടെ എന്ന് അവൾ ചോദിച്ചപ്പോൾ അവൻ എതിർത്തില്ല. 2 പേർക്കുള്ള ഭക്ഷണം അവിടേക്ക് മുത്തശ്ശി കൊണ്ടുകൊടുത്തിരുന്നു. ചുട്ടരച്ച തേങ്ങാ ചമ്മന്തിയും കാച്ചിയ പപ്പടവും ഉപ്പിലിട്ട മാങ്ങയും ആവി പറക്കുന്ന ചെറുപയർ തോരനുമായിരുന്നു ഉണ്ടായിരുന്നത്. ജീവിതത്തിൽ ഇന്നോളം ഇത്രയും രുചികരമായ ഭക്ഷണം കഴിച്ചിട്ടില്ലെന്ന് അവൻ ഓർത്തു. ഭക്ഷണം കഴിഞ്ഞതും മുത്തശ്ശി TV-യിൽ കുട്ടികളുടെ പാട്ട് കാണാനിരുന്നു. രാഘവനും ഒപ്പം കൂടി. കുഞ്ഞിയാണെങ്കിൽ പഠിക്കാൻ പോയി. കുറച്ചു സമയം വെറുതെ ഉമ്മറത്തിരുന്നവൻ കുഞ്ഞിയാണ് വന്ന് വിളിച്ചത്. ചേച്ചി വിളിക്കുന്നുണ്ടായിരുന്നു, കുഞ്ഞി വന്ന് പറഞ്ഞു. അത് കേട്ട് അവൾക്ക് ഒരു ചെറുചിരി സമ്മാനിച്ച് അകത്തേക്ക് പോയി. ഒന്ന് പിടിച്ചാൽ മതി കണ്ണേട്ടാ, നടക്കാം. അവൻ്റെ മുഖത്തേക്ക് നോക്കി അവളത് പറഞ്ഞപ്പോൾ അവളുടെ കൈകളിലേക്ക് അവൻ ഒന്ന് പിടിച്ചു. വീഴാൻ പോയ അവളെ ഇടുപ്പിൽ ചേർത്ത് ഒരിക്കൽ കൂടി താങ്ങി തന്നോട് ചേർത്ത് പിടിച്ചു നിർത്തി. അങ്ങനെ തന്നെ മുറിയിലേക്ക് പോയി. അപ്പോഴേക്കും മുറിയിൽ ഷീറ്റ് വിരിക്കുകയായിരുന്നു കുഞ്ഞി. ഞാൻ ചെയ്തോളാം, മോൾക്ക് പഠിക്കാനുണ്ടാവില്ലേ? മിഥുൻ പറഞ്ഞു. വേണ്ട, ഏട്ടനെ കൊണ്ട് ചെയ്യിപ്പിക്കാനോ? അത് വേണ്ട, ഞാൻ ചെയ്തോളാം ഏട്ടാ. ചേച്ചിക്ക് കാല് വയ്യായിരുന്നെങ്കിൽ ചേച്ചി സമ്മതിക്കുമായിരുന്നോ? ബാക്കി ഞാൻ ചെയ്തോളാം, ഇപ്പോൾ എനിക്ക് അത്ര കുഴപ്പമൊന്നുമില്ല. നിൽക്കാൻ ശ്രമിച്ചുകൊണ്ട് സരയു പറഞ്ഞു. അതൊന്നും വേണ്ട, തൽക്കാലം റെസ്റ്റ് എടുക്ക്. ഇനി പ്രശ്നമാക്കണ്ട, മിഥുൻ ശാസിച്ചു. 2 പേരും ചെയ്യേണ്ട, ഞാൻ ചെയ്തോളാം. തൻ്റെ ജോലി ചെയ്ത് അവിടെ നിന്നും ഇറങ്ങിയിരുന്നു കുഞ്ഞി. അവിടെ ലൈറ്റുകളും വെളിച്ചവും ഒക്കെ അണഞ്ഞപ്പോൾ അത്ഭുതത്തോടെ സരയുവിൻ്റെ മുഖത്തേക്ക് നോക്കി മിഥുൻ. സമയം 9:30 ആയിട്ടുള്ളൂ. ഇവിടെ ഇതാ സമയം. ഇന്ന് കണ്ണേട്ടൻ ഉണ്ടായിട്ടാണ്, ഇല്ലെങ്കിൽ 9 മണിയാകുമ്പോൾ തന്നെ ഉറങ്ങും. എങ്ങനെയാണ് ഈ സമയത്തൊക്കെ ഉറങ്ങുക? ഞങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ കാത്തിരിക്കാനൊന്നും ആരുമില്ലല്ലോ, അതാ നേരത്തെ കിടക്കുന്നത്. പിന്നെ ജോലിയൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഉറക്കം വരും. അപ്പോഴാണ് വാതിൽക്കൽ വീണ്ടും മുത്തശ്ശിയെ കണ്ടത്. കയ്യിൽ ഒരു സ്റ്റീൽ ഗ്ലാസ് ഉണ്ട്. എന്താ മുത്തശ്ശി? മിഥുൻ വാതിൽക്കലേക്ക് ചെന്നുകൊണ്ട് ചോദിച്ചു. പാല, കുട്ടിക്ക് ഇവിടുത്തെ ഭക്ഷണമൊന്നും പിടിച്ചിട്ടുണ്ടാവില്ല. നല്ല നാടൻ പാലാണ്. വെള്ളം ഒട്ടും ചേർക്കാതെ മുത്തശ്ശി കാച്ചിയെടുത്തതാണ്, കുടിച്ചോളൂ. അത് അവൻ്റെ കൈകളിൽ നൽകി തന്നെയാണ് അവരെ പോയത്. ഒരു നിമിഷം അവരുടെ നിഷ്കളങ്കത ഓർത്തു നിന്നു അവൻ. പിന്നെ ചെറുചിരിയോടെ സരയുവിൻ്റെ അരികിലേക്ക് വന്നു. താൻ കുടിച്ചോ? തനിക്ക് ക്ഷീണമുണ്ട്. എനിക്ക് വേണ്ട, ഞാൻ പാലൊന്നും കുടിക്കില്ല. എനിക്കും അങ്ങനെ പാല് കുടിച്ച ശീലമൊന്നുമില്ല, സരയു അവനോടായി പറഞ്ഞു. പിന്നെ മുത്തശ്ശി സ്നേഹത്തോടെ തന്നതല്ലേ, അതുകൊണ്ട് കുടിക്കാം. അത് പറഞ്ഞവൻ പാല് കുടിച്ചു. കഥ കണക്കട്ടെ? അവളോടായി ചോദിച്ചു. അല്പം പരിഭ്രമത്തോടെയാണെങ്കിലും അവൾ അതിന് തലയാട്ടി. വാതിലടച്ച് കുറ്റിയിട്ട് അവളുടെ കട്ടിലിനരികിൽ വന്നിരുന്നു അവൻ. താൻ കിടന്നോ? അപ്പോൾ കണ്ണേട്ടനോ? ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഇരുന്ന് നേരം വെളുപ്പിച്ചോളാം. ഇവിടെ കിടന്നുറങ്ങാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണോ? അവൾ മടിച്ചുകൊണ്ട് അവനോട് ചോദിച്ചു. അതല്ല, താൻ അന്ന് പറഞ്ഞിരുന്നില്ലേ ഒരുമിച്ച് കിടക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന്. മാത്രമല്ല ഇവിടെ പായൊന്നും കണ്ടില്ല താഴെ കിടക്കാൻ. കണ്ണേട്ടനെ ഞാൻ ഇവിടെ താഴെ കിടത്തുമെന്നാണോ കരുതിയത്? ഇവിടെ കിടന്നോളൂ, ഈ ഷീറ്റ് വിരിച്ച് ഞാൻ താഴെ കിടന്നോളാം, അവളൊരു പുഞ്ചിരിയോടെ പറഞ്ഞു. വയ്യാത്ത താന് താഴെ കിടക്കാനൊന്നും നിൽക്കണ്ട, അതുകൊണ്ടാ പറഞ്ഞത്. എനിക്കിപ്പോൾ രാത്രിയിൽ ഉറങ്ങിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഞാൻ എക്സ്പീരിയൻസ് ആണ്. അല്ലേലും ഞാൻ ഈ സമയത്തൊന്നും ഉറങ്ങില്ല. എങ്കിൽ പിന്നെ നമുക്ക് ഒരുമിച്ച് കിടക്കാം. പെട്ടെന്ന് അവിശ്വസനീയതയോടെ അവൻ അവളെ ഉറ്റുനോക്കിയിരുന്നു. അപ്പോൾ അത് തനിക്കൊരു ബുദ്ധിമുട്ടാകില്ലേ? താൻ മനസ്സുകൊണ്ട് സ്നേഹിക്കുന്ന ഒരാൾക്കൊപ്പം മാത്രമേ കിടക്ക പങ്കിടൂ എന്ന് പറഞ്ഞിട്ട്? മിഥുൻ സംശയത്തോടെ സരയുവിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. അവൻ്റെ സംശയം ന്യായമാണെന്ന് അവൾക്ക് തോന്നി. ഒരു കൗതുകത്തോടെ അവൻ ചോദിച്ചത് എങ്കിലും ശരിയാണ്, അങ്ങനെ മാത്രമേ ഇന്നോളം ആലോചിച്ചിട്ടുള്ളൂ. ഈ ലോകം എത്ര പുരോഗമിച്ചു എന്ന് പറഞ്ഞാലും എൻ്റെ മനസ്സിനുള്ളിൽ ഞാനൊരു സാധാരണ പെണ്ണാണ്, ഒരു നാടൻ പെണ്ണ്. ഇങ്ങനെ മോഡേണായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒന്നും സാധിക്കില്ല. എൻ്റെ ചിന്തകൾക്കും തീരുമാനങ്ങൾക്കും ഇപ്പോഴൊരു മാറ്റവും വന്നിട്ടില്ല. ഒരു കരാറിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിലും അമ്പലത്തിൽ വെച്ചാണ് അഗ്നിസാക്ഷിയായി കണ്ണേട്ടൻ എന്നെ താലി കെട്ടിയത്. ആ വിരലിനാലാണ് എൻ്റെ സീമന്തരേഖ ചുവപ്പിച്ചത്. അപ്പോൾ നമ്മൾ തമ്മിൽ ആ കരാർ തീർന്നതുവരെ ഒരു ബന്ധമുണ്ട്. അന്യപുരുഷനൊപ്പമല്ല ഞാൻ കിടന്നുറങ്ങുന്നത്, എൻ്റെ ഭർത്താവ് തന്നെയാണല്ലോ. അവളൊരു പുഞ്ചിരിയോടെ അവനെ നോക്കി പറഞ്ഞു. ഇനി മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ട് സ്നേഹിക്കുന്ന ഒരാളെ ഞാൻ സ്വീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ജീവിതത്തിൽ ഒരു പക്ഷേ കഴിഞ്ഞു പോകുന്ന ഈ നാളുകളായിരിക്കും സുന്ദരം. ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല.
ഉറച്ച മറുപടിയായിരുന്നു അത്. അപ്പോൾ നമ്മൾ തമ്മിൽ പിരിഞ്ഞാലും മറ്റൊരു വിവാഹമെന്ന് പറയുന്നത് ഉണ്ടാവില്ല എന്നാണോ? അവളുടെ മനസ്സിലെ ഉദ്ദേശം അറിയുവാൻ വേണ്ടി തന്നെ ആ കണ്ണുകളിലേക്ക് നോക്കി അവൻ ചോദിച്ചു. അതിനു മാത്രം അവളുടെ കൈവശം മറുപടി ഉണ്ടായിരുന്നില്ല. പക്ഷേ മനസ്സിൽ ഉറച്ച ഒരു തീരുമാനം ഉണ്ടായിരുന്നു. പറയൂ, ഇനി മറ്റൊരാൾക്ക് പിൽക്കാലത്ത് തന്നിൽ അവകാശം ഉണ്ടാകില്ല എന്നാണോ നീ ഉദ്ദേശിച്ചത്? അതാണ് സത്യമെങ്കിലും അവൻ്റെ മുൻപിൽ തുറന്നു പറയാനുള്ള ധൈര്യം ആ പെണ്ണിനുണ്ടായിരുന്നില്ല. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി വെറുതെ ഒന്ന് ചിരിച്ചു. ഞാൻ പറഞ്ഞില്ലേ, ജീവിതമെന്ന് പറയുന്നത് പ്രവചനാതീതമാണ് എന്ന്. നാളെ എന്താണ് സംഭവിക്കുക എന്ന് നമുക്കറിയാൻ സാധിക്കില്ലല്ലോ. രാവിലെ തന്നെ ഉണരുമെന്ന് ഒരു ഉറപ്പുമില്ലാതെയാണ് നമ്മളൊക്കെ കിടക്കുന്നത്. രാവിലെ ഉണരുമെന്നുള്ളത് ഒരു വിശ്വാസമാണ്. അതുപോലെ ഇതും ഒരു വിശ്വാസമാണ്. അപ്പോൾ തൻ്റെ വിശ്വാസത്തിൽ എന്താണ്? ഇനി താൻ ഒരു വിവാഹം കഴിക്കുമെന്നാണോ? അതോ ഇനി വിവാഹിതയാവാതെ തുടരുമെന്നോ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ തൽക്കാലം ചിന്തിക്കുന്നില്ല. ഇപ്പോൾ എൻ്റെ മനസ്സിൽ അങ്ങനെ എൻ്റെ ജീവിതത്തെ പറ്റിയുള്ള പ്രത്യേക കാഴ്ചപ്പാട് എനിക്കില്ല. ഒരിക്കലും വെറുതെ പോലും ഞാനൊരു സ്വപ്നങ്ങളും കണ്ടിട്ടേയില്ല. ഇപ്പോൾ കണ്ണേട്ടൻ ഒരു ജോലി ഏൽപ്പിച്ചത് ഞാൻ കൃത്യമായി ചെയ്യുന്നു. അപ്പോൾ തൻ്റെ നിസ്സഹായാവസ്ഥ ഞാൻ വാങ്ങിയിരുന്നു എന്നർത്ഥം അല്ലേ? അതിൻ്റെ പേരിൽ താൻ ജീവിതം തന്നെ അവിടെ ഹോമിച്ചു കളയുകയാണ്. ഇനിയൊരു വിവാഹമില്ലെന്നാണോ? അവൻ തുറന്നു ചോദിച്ചു. അവന് നൽകാൻ ഒരു നിമിഷം അവൾക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല കണ്ണേട്ട. എങ്കിലും ജീവിതത്തിൽ അങ്ങനെയൊന്നിന് ഇനി സാധ്യതയില്ല. അതിനർത്ഥം ഈ പ്രശ്നത്തിലേക്ക് എന്നെ കണ്ണേട്ടൻ വലിച്ചിട്ടു എന്നല്ല. എന്നെ നിർബന്ധിച്ചോ ഭീഷണിപ്പെടുത്തിയോ കണ്ണേട്ടൻ വലിച്ചിട്ടതുമല്ല. ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തോടെ സമ്മതിച്ചു തന്നതാണ് ഇങ്ങനെയൊന്ന്. അതിലൊന്നും എനിക്ക് പരാതിയില്ല. ഇനി ബാക്കിയാണ് ഒരു മോഹം. അമ്മ എഴുന്നേറ്റ് നടക്കണം. അതിന് വഴിയുണ്ടാക്കാമെന്ന് പറഞ്ഞില്ലേ? എന്തിനാ എൻ്റെ പേരിൽ താൻ ജീവിതം ഇങ്ങനെ? മിഥുൻ്റെ മനസ്സിലുള്ള ചോദ്യം അവളോട് ചോദിച്ചു. മുൻപോട്ട് ചിന്തിച്ച അതെനിക്കൊരു സങ്കടമാകും. സത്യം പറയൂ, തൻ്റെ മനസ്സിലെന്താ? മനസ്സ് തുറന്ന് അവൻ്റെ ചോദ്യം ആ മനസ്സ് കേൾക്കാൻ തയ്യാറാണ് എന്ന് തോന്നിപ്പിച്ചു. അവൻ അവളുടെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കിയിരുന്നു. തൻ്റെ മനസ്സ് തുറക്കാൻ അവർ ആഗ്രഹിച്ചു. പക്ഷേ അതിലെ ചില ഏടുകൾ അവൻ്റെ മുൻപിൽ മറച്ചു വയ്ക്കാനായിരുന്നു അവൾക്ക് താല്പര്യം. എനിക്കറിയില്ല, എൻ്റെ സ്വഭാവം വെച്ച് ഇനിയൊരു വിവാഹത്തിന് സാധ്യതയില്ല. പക്ഷേ അതിന് കാരണം ഒരിക്കലും കണ്ണേട്ടനല്ല കേട്ടോ. ഒരു പക്ഷേ നമ്മൾ തമ്മിൽ കണ്ടില്ല എങ്കിൽ എൻ്റെ ജീവിതത്തിൽ വിവാഹം എന്നൊരു കാര്യം പോലും നടക്കില്ല. എൻ്റെ ജീവിതം ഞാൻ പൂർണ്ണമായും എൻ്റെ കുടുംബത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ചതാണ്. എൻ്റെ ഏട്ടൻ ഈ ലോകത്തിൽ നിന്ന് വിട്ടുപോയി, അവൾ സങ്കടത്തോടെ പറഞ്ഞു. ഏട്ടനുണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ വീടിനെയും വീട്ടുകാരെയും എങ്ങനെ നോക്കും? അങ്ങനെ തന്നെയാണ് ഞാൻ നോക്കേണ്ടത്. അതുമാത്രമാണ് എൻ്റെ മനസ്സിൽ. ഒരു നാടകം മാത്രമാണ് ഈ വിവാഹം, നമ്മൾ തമ്മിലുള്ള ബന്ധവും. അതുകൊണ്ട് വിവാഹം കഴിഞ്ഞു. ഇനി വിവാഹത്തിൻ്റെ പേരിൽ ആർക്കും നിർബന്ധിക്കാനും സാധിക്കില്ല. പക്ഷേ കണ്ണേട്ടൻ പേടിക്കണ്ട കേട്ടോ. ഞാൻ ഒരിക്കലും കണ്ണേട്ടന് ബാധ്യതയാകില്ല. വിവാഹം കഴിച്ചവരുടെ പേരിൽ യാതൊരു പ്രശ്നങ്ങളും ഞാൻ ഉണ്ടാക്കില്ല. കണ്ണേട്ടൻ എന്ത് ഏത് സമയത്ത് പറഞ്ഞാലും എവിടെയാണെന്ന് വെച്ച് ഞാൻ ഒപ്പിട്ട് തരും. എനിക്ക് കടമയുള്ള ഒരുപാട് പേരുണ്ട്. പക്ഷേ സ്നേഹത്തോടെ എൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അറിഞ്ഞു ചെയ്തിട്ടുള്ള ഒരാൾ മാത്രമാണ്. അത് എൻ്റെ മനസ്സിൽ ഈശ്വരൻ്റെ തുല്യമായി കാണുന്ന വ്യക്തിയാണ് കണ്ണേട്ടൻ. കരച്ചിലിടയിൽ അവൾ പറഞ്ഞു. കരഞ്ഞു തുടങ്ങിയപ്പോൾ ഇടക്കപ്പോഴോ അവളുടെ നിറഞ്ഞ നയനങ്ങൾ കണ്ടപ്പോൾ ഒന്ന് ചേർത്ത് പുൽകി ആശ്വസിപ്പിക്കാനും ആ മിഴികൾ ഒപ്പിക്കൊടുക്കാനും അവൻ അതിയായി ആഗ്രഹിച്ചിരുന്നു. ഏതൊരു ഓർമ്മയും അവൻ്റെ കൈകൾ ബലഹീനമായിരുന്നു. അല്ലെങ്കിലും മനുഷ്യരെല്ലാം ചിലരൊക്കെ ബലഹീനരായി പോകാറുണ്ടല്ലോ. ജീവിതം നമ്മെ കൊണ്ട് വല്ലാതെ ഒരു അവസ്ഥ കൊണ്ട് എത്തിക്കാറുണ്ട്. തീർത്തും നിസ്സഹായ അവസ്ഥയിൽ നിന്ന് പോകുന്ന സാഹചര്യം. ആ ഒരു അവസ്ഥയിലായിരുന്നു ആ നിമിഷം അവൻ. എന്തു പറഞ്ഞാണ് അവളെ ആശ്വസിപ്പിക്കുന്നത്? ഇനിയുള്ള ജീവിതത്തിൽ എന്നും താങ്ങും തണലുമായി താൻ ഉണ്ടാകുമെന്ന്. അല്ലെങ്കിൽ അവളെ ആശ്വസിപ്പിക്കാൻ അവന് ശക്തി ഉണ്ടായിരുന്നില്ല. മിഥുൻ മനസ്സിലായി ഓർത്തു. കാരണം തനിക്ക് അവളോട് തോന്നിയത് വെറും ഒരു ഭ്രമം മാത്രമാണെന്നുള്ള ഒരു ഭയത്തിലായിരുന്നു അവൻ. അത് ഉറപ്പിക്കുന്നത് വരെ തനിക്ക് അവളുടെ മുൻപിൽ മനസ്സ് തുറക്കാൻ പോലും സാധിക്കില്ല. ഒരു പ്രണയത്താൽ മുറിവേറ്റപ്പെട്ട തൻ്റെ ഹൃദയത്തിൽ മറ്റൊരു പ്രണയത്തിന് സ്ഥാനം ഉണ്ടാകുമെന്ന് ഈ നിമിഷം പോലും ഞാൻ വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ അവൾ തൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടേക്കോ ചേക്കേറിയിട്ടുണ്ട് എന്നത് സത്യസന്ധമായ കാര്യമാണ്. അനുരാഗമാണെന്ന് തന്നെയാണ് വിശ്വാസം. പക്ഷെ അത് തന്നെയാണോ എന്ന് അറിയും വരെ ഹൃദയം തുറക്കില്ല. ഒരു പെൺകുട്ടിക്ക് വെറുതെ ഒരു ആശ കൊടുക്കാൻ ശ്രമിക്കാറില്ല. അതുകൊണ്ട് തന്നെ അവളെ ആശ്വസിപ്പിക്കാൻ സാധിക്കുന്ന വാക്കുകളൊന്നും തന്നെ അവൻ്റെ കൈവശം ഉണ്ടായിരുന്നില്ല.
ജീവിത ദുഃഖങ്ങളാൽ ഭയന്നുകൊണ്ടിരിക്കുന്ന ആ പെൺകുട്ടിയെ നിസ്സഹായതയോടെ നോക്കുവാനല്ലാതെ മറ്റൊന്നും ആ സമയം അവൻ കഴിഞ്ഞിരുന്നില്ല. എങ്കിലും രണ്ടും കൽപ്പിച്ച് അവളുടെ തോളിൽ തട്ടി കവളിലൊന്ന് തലോടി. ഒരു നിമിഷം ആഗ്രഹിച്ച ഒരു ആശ്വാസം പോലെ ആ നിമിഷം അവൾ അത് ആഗ്രഹിച്ചു. ആ നിമിഷം അവൾക്കത് ആശ്വാസമായി എന്ന് തോന്നി തുടങ്ങിയിരുന്നു. പെട്ടെന്ന് ഒരു വലിയ ഇടിവെട്ടി. ആ നിമിഷം തന്നെ ആ മുറിയിലെ ലൈറ്റ് അപ്രത്യക്ഷമാവുകയും ചെയ്തു. വലിയ പ്രകാശത്തോടെ ഒരു മിന്നൽ മുറിയിലേക്ക് കടന്നു വന്നു. ആ നിമിഷം ഒരു ഭയത്തോടെ അവൾ തന്നിലേക്ക് ചേർന്നത് അവൻ അറിഞ്ഞിരുന്നു. മിഥുന് ഞെട്ടിപ്പോയിരുന്നു. നെഞ്ചിലേക്ക് ചാഞ്ഞു അവൾ. അപ്രതീക്ഷിതമായ ആ പ്രവൃത്തിയിൽ അവൾ നമ്പരന്ന് പോയിരുന്നു. എങ്കിലും നെഞ്ചിൽ ചേർന്ന് കിടക്കുന്നവളെ കൈകളാൽ പുണരാൻ അവൻ കൊതിച്ചു. ആ നിമിഷം തന്നെ അവൻ അവളെ തന്നോട് ചേർത്ത് നിർത്തിയിരുന്നു. ഒരു നിമിഷം മറ്റൊന്നും ഓർക്കുന്നില്ല. ഒരു പൂച്ച കുഞ്ഞിനെ പോലെ കുറുകി അവന്റെ നെഞ്ചിൽ അവൻ തോളിത്തട്ടി വിളിച്ചപ്പോഴാണ് അവൾക്ക് സ്വബോധം വന്നത്. ആ നിമിഷം അവൾക്ക് വല്ലാത്തൊരു ചമ്മൽ അനുഭവപ്പെട്ടു. അവനിൽ നിന്നും അവൾ പെട്ടെന്ന് അകന്നു മാറിയിരുന്നു. അവൾക്ക് എന്തോ പോലെ. ആ മുഖത്തേക്ക് നോക്കാൻ ഒരൽപ്പം മടിയോടെ, പിന്നെ മുഖത്തേക്ക് നോക്കാതെ പറഞ്ഞു, സോറി കണ്ണേട്ടാ, ഞാൻ പെട്ടെന്ന് പേടിച്ചപ്പോൾ അറിയാതെ. ഇരുട്ടും ഇടിയും എനിക്ക് ഭയങ്കര പേടിയാ, അതുകൊണ്ടാണ്. അവൾ ചമ്മൽ മറിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു. താൻ എന്നെ ഒന്ന് ഹഗ് ചെയ്താലിപ്പോ എന്ത് സംഭവിക്കാനാണ്? ജസ്റ്റ് ലീവ് ഇറ്റ്. സംഭവിച്ച അബദ്ധം അവളുടെ മുഖത്ത് തെളിഞ്ഞു കാണാമായിരുന്നു. ഉള്ളിലൊരു ഗൂഢ സന്തോഷം നിറഞ്ഞു നിന്നുവെങ്കിലും അത് പുറത്തേക്ക് കാണിച്ചിരുന്നില്ല അവൾ. അവളുടെ സ്പർശനത്തിലൂടെയും സാമീപ്യത്തിലൂടെയും താൻ അനുഭവിക്കുന്ന സന്തോഷം എത്ര വലുതാണെന്ന് അറിയുകയായിരുന്നു. ഒരാളുടെ സാന്നിധ്യത്തിൽ നമ്മുടെ ഉള്ളിൽ വേദനകൾക്ക് ശമനം ലഭിക്കുന്നുണ്ടെങ്കിൽ അത് യഥാർത്ഥ പ്രണയം തന്നെയാണ്. പക്ഷേ ഇനിയും തെളിയാനുണ്ട്. ഒരിക്കൽ മുറിവേറ്റ തൻ്റെ ഹൃദയം ചിതറിക്കിടക്കുകയാണ്. പല കഷ്ണങ്ങളായി അത് വീണ്ടും കൂട്ടിയോജിക്കുക എന്നത് ഒരുപാട് സമയമെടുക്കുന്ന കാര്യമാണ്. പൂർണ്ണമായും അവളില്ലാതെ പറ്റില്ലെന്ന് തോന്നുന്ന നിമിഷം മാത്രമേ തൻ്റെ മനസ്സ് അവൾക്ക് മുൻപിൽ തുറക്കൂ എന്നൊരു ദൃഢനിശ്ചയം അവൻ എടുത്തു കഴിഞ്ഞിരുന്നു. അറിയാതെയാണെങ്കിലും ആ നെഞ്ചിൽ ചേർന്നപ്പോൾ താൻ അനുഭവിച്ച തരിപ്പ് അത് അവളെ അമ്പരപ്പെടുത്തി. രണ്ടുപേരും ഒന്നും സംസാരിക്കാതെ ഒരേ കട്ടിലിൽ കിടന്നു. ഹൃദയം നിലച്ചു പോകുമെന്ന് തോന്നിയ നിമിഷങ്ങളായിരുന്നു അത്. കാലം ഇരുവർക്കും വേണ്ടി ഒരു വസന്തം കാത്തുവെച്ചതറിയാതെ അവർ രണ്ട് ലോകങ്ങളിലേക്ക് കടന്നു. രണ്ടുപേരുടെയും മനസ്സിൽ നിലനിൽക്കുന്നത് ഉത്തരം കിട്ടാത്ത കുറെ ചോദ്യങ്ങളും പല ചോദ്യങ്ങളുടെയും ചിന്തകളുടെയും വടംവലികളുടെയും ഇടയിൽ എങ്ങനെയൊക്കെയോ ആ രാവ് പുലർന്നു. രാവിലെ മുത്തശ്ശിയുടെ പ്രാർത്ഥനാ ഗീതമാണ് രണ്ടുപേരെയും ഉണർത്തിയത്. മെല്ലെ എഴുന്നേറ്റ് നടക്കാൻ ഒരു ശ്രമം നടത്തി നോക്കി. അവൾ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഇരുപ്പെത്ര ബുദ്ധിമുട്ടാണെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു. ഒരു മുറിക്കുള്ളിൽ ഇങ്ങനെ ഇരിക്കുന്നത് എത്ര വേദനിപ്പിക്കുന്നതാണെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ ആദ്യം ചിന്തിച്ചത് അമ്മയെക്കുറിച്ചാണ്. എത്ര വർഷങ്ങളായി ആ മുറിക്കുള്ളിലെ കാഴ്ചകൾ മാത്രം കണ്ടുകൊണ്ട് അമ്മ ജീവിക്കുന്നു. എത്ര ഭീകരമായിരിക്കും അമ്മയുടെ അവസ്ഥ. ആ ചിന്ത പോലും അവളെ വല്ലാത്തൊരു വേദനയെ കൊണ്ട് എത്തിച്ചിരുന്നു. കുറച്ച് നീങ്ങി കമിഴ്ന്ന് കിടന്നുറങ്ങുന്നവനെ അറിയാതെ അവളൊന്ന് നോക്കി. മലയാള സിനിമയുടെ ഭാവി വാഗ്ദാനമാണ് തൻ്റെ വീട്ടിലെ പഴയ കട്ടിൽ കിടന്നുറങ്ങുന്നത്. എന്തൊരു വിരോധാഭാസമാണ്. ചിലപ്പോഴൊക്കെ വിധി ഇങ്ങനെയും ചില ഭാവങ്ങൾ എടുക്കുമ്പോൾ ചിരിയും സഹതാപവും ഒരുപോലെ വരും. കാൽ കുത്തിയപ്പോൾ ഒരല്പം വേദന തോന്നിയെങ്കിലും നടക്കാൻ അവൾ പരിശ്രമിക്കുന്നുണ്ടായിരുന്നു. ചില എന്തുണ്ടെങ്കിലും നടക്കാൻ പറ്റുമെന്ന അവസ്ഥയായിരുന്നു. അടുക്കളയിലേക്ക് ചെന്നപ്പോൾ കുഞ്ഞിയും അച്ഛനും കൂടി പ്രാതൽ തയ്യാറാക്കുന്ന തിരക്കിലായിരുന്നു. രണ്ടുപേർക്കും ഒപ്പം അവളും കൂടി. കാല് വയ്യാത്തത് കൊണ്ട് പോയിരുന്നോളാൻ രാഘവനും കുഞ്ഞും പറഞ്ഞിരുന്നെങ്കിലും അവൾ അതിന് തയ്യാറായില്ല. നല്ല മൊരിഞ്ഞ ദോശയാണ് ഉണ്ടാക്കിയത്. അതിലേക്ക് നല്ല നെയ്യൊഴിച്ച എരിവുള്ള ചട്ടിനിയും കൂടെ ഉണ്ടാക്കി. മിഥുൻ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ അരികിൽ സരീവനെ കാണാതെ ഉമ്മറത്തേക്ക് എത്തിയവന്റെ കയ്യിലേക്ക് ഒരു സ്റ്റീൽ ഗ്ലാസ്സിൽ നല്ല ആവി പറക്കുന്ന ഏലക്ക ചായയുമായി സരയു എത്തി. ആഹാ, താനങ്ങ് ഉഷാറായല്ലോ. ചെറുചിരിയോടെ അവൻ ചോദിച്ചു. ശരിയായി, പിന്നല്ലാതെ. എങ്കിൽ നമുക്ക് രാവിലെ തന്നെ പോയേക്കാം. നല്ല ട്രാവൽ ഉള്ളതല്ലേ. വൈകുന്നേരം നമുക്ക് ഒരു ഇന്റർവ്യൂ ഉണ്ട്. ഇന്റർവ്യൂ? അതെ, നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇതുവരെ ഒരു ഇന്റർവ്യൂ പോലും കൊടുത്തില്ലല്ലോ. മിഥുൻ പുഞ്ചിരിയോടെ പറഞ്ഞു. കുറെ ദിവസമായി ആ ചാനലുകൾ എൻ്റെ പുറകെ നടക്കുകയാണ്. ഒരു ഇന്റർവ്യൂ കൊടുക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഈവനിങ് അവരുടെ സ്റ്റുഡിയോയിൽ ഒന്ന് പോകണം. ഇന്റർവ്യൂവിൽ എന്തൊക്കെയാണ് പറയേണ്ടത് തന്നെ ഒന്ന് പ്രിപ്പയർ ചെയ്യിക്കാനുണ്ട്. ഇന്റർവ്യൂ എന്നൊക്കെ പറയുമ്പോൾ എനിക്കൊരു പേടിയുണ്ട് കണ്ണേട്ടാ. പേടിക്കൊന്നും വേണ്ട, ഞാൻ പറഞ്ഞു തരുന്നത് പോലെ അങ്ങ് പറഞ്ഞാൽ മതി. ചില കാര്യങ്ങൾ മാത്രമേ കള്ളം പറയേണ്ടി വരൂ. ഇപ്പം നമ്മൾ തമ്മിൽ അത്യാവശ്യം ഒരു അകലമൊക്കെ കുറഞ്ഞതുകൊണ്ട് ഒരുപാട് കള്ളങ്ങളൊന്നും ആവശ്യമായി വരില്ലായിരിക്കും. അവളൊന്ന് ചിരിച്ചു.
എല്ലാ തിരക്കുകളും കഴിഞ്ഞ് എനിക്ക് കണ്ണേട്ടനോട് ഒന്ന് സംസാരിക്കാനുണ്ട്. എന്താടോ? അവൻ ചോദിച്ചു.